Hello dear students, welcome again to NEET Final Lab Revision Program. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫിസിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. എന്നൊരു ചാപ്റ്ററിലേക്ക് കയറാം. ചാപ്റ്ററിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ ഒന്ന് എന്താണ് ബേസിക്കലി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, അവരുടെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. വേറൊന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനകത്ത് തന്നെ എന്താണ് പി ടൈപ്പ്, എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ആൻഡ് പിന്നെ സെമി കണ്ടക്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതേപോലെ തന്നെ ആ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളായ ജനറൽ ഡയോഡ്, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ ഫോട്ടോ ഡയോഡ്, പിന്നെ സോളാർ സെല്ല്, ഇതിൻ്റെയൊക്കെ വർക്കിംഗ്, ഇതിൻ്റെയൊക്കെ ഫാബ്രിക്കേഷൻ കാര്യങ്ങൾ. ആൻഡ് ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഒരുപക്ഷെ ഈ ടോപ്പിക്ക് നിങ്ങൾ ബോർഡ് എക്സാമിന് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് നീറ്റിൻ്റെ സിലബസിനകത്തുള്ള ടോപ്പിക്കാണിത്. നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ പഴയ NCERT-കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടോപ്പിക്കുകളും അതിൻ്റെ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം സോളിഡ്സിനെ നമുക്ക് കണ്ടക്ടേഴ്സ് ആയിട്ടും അതേപോലെ ഇൻസുലേറ്റേഴ്സ് ആയിട്ടും സെമി കണ്ടക്ടേഴ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദെയർ കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും, അതേസമയം റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. നമുക്കറിയാം കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി റിലേഷൻ എങ്ങനെയാണ്. കണ്ടക്ടിവിറ്റി റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/σ. ഓക്കെ, 1/σ. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് കണ്ടക്ടിവിറ്റി ആണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ എനിവേ കണ്ടക്ടേഴ്സ് ഹാസ് വെരി ലോ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് ഓർഡർ ഈസ് അറൌണ്ട് 10⁻⁸ മുതൽ 10⁻² ഓമീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. ഇനി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസിസ്റ്റിവിറ്റിൻ്റെ വാല്യൂ അറൌണ്ട് 10⁻⁵ മുതൽ 10⁻⁵ മുതൽ 10⁻⁶ ഓമീറ്റർ വരെയാണ്. അപ്പോൾ പിന്നെ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത അവർക്ക് വെരി ഹൈ റെസിസ്റ്റിവിറ്റിയാണ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് അറൌണ്ട് 10⁻11 മുതൽ 10⁻19 ഓമീറ്റർ വരെയാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഏറ്റവും റെസിസ്റ്റിവിറ്റി കൂടിയ മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സ്, റെസിസ്റ്റിവിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ്. റെസിസ്റ്റിവിറ്റി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ഡിസ്കഷൻ പോകുന്നത് ഈ സെമി കണ്ടക്ടേഴ്സിലേക്കാണ്. ഓക്കെ, ഇനി നമുക്കിങ്ങനെ സോളിഡ്സിനെ കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തിൻ്റെ ബേസിൽ? കണ്ടക്ടിവിറ്റിൻ്റെ ബേസിൽ. ഇതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, ബാൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ എനർജി ബാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ എന്താണ് എനർജി ബാൻഡ് എന്ന് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാം. എനർജി ബാൻഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് നത്തിങ് ബട്ട് ഗ്രൂപ്പ് ഓഫ് എനർജി ലെവൽസിനെയാണ് എനർജി ബാൻഡ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോൺസിന് ഇപ്പോൾ നമുക്കറിയാം ഒരു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺസിനൊക്കെ എനർജി ഉണ്ടാവും, ഈ എനർജി ലെവൽസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സോളിഡ് മെറ്റീരിയൽ ഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആറ്റംസ് ഒരുമിച്ച് വരുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഒരുപാട് ഇലക്ട്രോൺസുകൾക്കും ഓരോരോ എനർജി ലെവലുകൾ ഉണ്ടാവും. ഈ എനർജി ലെവലുകളുടെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എനർജി ബാൻഡുകൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കുറേ എനർജി ലെവൽസ് അടുത്തടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എനർജി ലെവൽസിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എനർജി ബാൻഡ് എന്ന് പറയും. എനർജി ബാൻഡ്. ഓക്കെ, അപ്പോൾ നോക്കുക ഈ എനർജി ബാൻഡ് എങ്ങനെ ഫോം ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ നിലനിൽക്കൊരു സംഗതി പറയാം. ഒരു സിംഗിൾ സിലിക്കൺ ആറ്റം എടുക്കാമെന്ന് വിചാരിച്ചു. സിലിക്കണിൻ്റെ പ്രത്യേകത സിലിക്കൺ ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയലാണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ 14 ആണ്. എനിവേ ഒരു സിംഗിൾ ഐസൊലേറ്റഡ് സിലിക്കൺ ആറ്റം എടുക്കാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു സിലിക്കൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിലിക്കൺ ആറ്റത്തിനകത്തുള്ള ഒരു ഇലക്ട്രോണിൻ്റെ ഒരു എനർജി ലെവലാണ് ഇതെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടാകും. അതിനകത്തിൽ ഒരു പർട്ടിക്കുലർ എനർജി ലെവലാണ് ഇത്. ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ 2 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു അപ്സ്പിൻ ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കും. ഇനി വേറൊരു സിലിക്കൺ ആറ്റം എടുക്കുക ഇതേപോലെ തന്നെ. ഓക്കെ, അനദർ ഐസൊലേറ്റഡ് സിലിക്കൺ ആറ്റം. ആ സിലിക്കൺ ആറ്റത്തിലും ഇതേ എനർജിയുള്ള മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരേ എനർജിയുള്ള 2 ഇലക്ട്രോണുകൾ 2 ഐസൊലേറ്റഡ് സിലിക്കൺ ആറ്റത്തിന് നമുക്ക് കാണാൻ പറ്റും. ഇനി സപ്പോസ് ഈ 2 സിലിക്കൺ ആറ്റം അടുത്തടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, അതൊരു സിലിക്കൺ ക്രിസ്റ്റലൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സിലിക്കൺ ആറ്റംസ് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ 2 സിലിക്കൺ ആറ്റംസ് അല്ലെങ്കിൽ ഒന്നിലധികം സിലിക്കൺ ആറ്റംസ് അല്ലെങ്കിൽ ഒന്നിലധികം ആറ്റംസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരേ എനർജിയിൽ 2 ഇലക്ട്രോൺസ് നോക്കിയതാ ഒരേ എനർജിയിൽ 2 ഇലക്ട്രോൺസ് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ശരിക്കും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഒരേ എനർജിയിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. പകരം ഒരേ സ്പിന്നും ഒരേ എനർജിയിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല. പകരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി ലെവലിനകത്ത് എനർജിക്കകത്ത് ചെറിയൊരു വേരിയേഷൻ വരും. ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഈ രണ്ടാമത്തെ ഇപ്പോൾ ഒരു എനർജി ലെവൽ ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സിലിക്കൺ ആറ്റത്തിൻ്റെ എനർജി ലെവൽ കുറച്ച് താഴെയായിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പോൾ 2 എനർജി ലെവൽസും തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസ് ഉണ്ടാവും. ഇനി ഒരുപാട് സിലിക്കൺ ആറ്റംസ് ഫോർ എക്സാമ്പിൾ ഒരു n നമ്പർ ഓഫ് സിലിക്കൺ ആറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് എന്തുണ്ടാവും, എനർജി ലെവൽസ് ഉണ്ടാവും. ഒരേ എനർജിയിൽ ഉണ്ടായിരുന്ന എനർജി ലെവൽസ് ഒക്കെ വളരെ അടുത്തടുത്ത് എന്ത് ചെയ്യും, ചെറിയ എനർജി ഡിഫറൻസിൽ നിൽക്കും.
വിച്ച് മീൻസ് വിൽ ഗെറ്റ് എ ഗ്രൂപ്പ് ഓഫ് എനർജി ലെവൽസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസിക്കലി എന്ത്, എനർജി ബാൻഡ്. അപ്പോൾ മനസ്സിലാക്കുക എനർജി ബാൻഡ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു സോളിഡ്സിനകത്തിൽ ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോഴാണ് എനർജി ബാൻഡ് ഉണ്ടാവുക. ഈ എനർജി ബാൻഡ് എന്ന ഗ്രൂപ്പ് ഓഫ് എനർജി ലെവൽസിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എനർജി ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക ഈ എനർജി ബാൻഡ് ബേസ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കണ്ടക്ടേഴ്സും അതേപോലെ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടി നമുക്ക് എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്നുള്ളതും എന്താണ് വാലൻസ് ബാൻഡ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നോക്കുക, വാലൻസ് ബാൻഡ് അതേപോലെ കണ്ടക്ഷൻ ബാൻഡ്. നമുക്ക് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അഗൈൻ സിലിക്കൺ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, സിലിക്കൺ ആറ്റോമിക് നമ്പർ നമുക്ക് 14 ആണ്. 14 ആണ് സിലിക്കണിന്റെ ആറ്റോമിക് നമ്പർ. ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവസാന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 ആൻഡ് 3s2 3p2 ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് അവസാനത്തെ ഷെല്ല്. അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ഇവിടെ ശരിക്കും എന്തുണ്ട്, ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന 8 സ്റ്റേറ്റുകൾ ഉണ്ട്. അതിനകത്ത് 4 സ്റ്റേറ്റുകൾ ഫിൽഡ് ആണ്. അപ്പോൾ 8 സ്റ്റേറ്റുകൾ അവൈലബിൾ ആണ് ഒരു സിലിക്കണിനകത്ത് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാം. അതിനകത്ത് 4 സ്റ്റേറ്റിൽ ഇലക്ട്രോൺസ് ഉണ്ട്, 4 സ്റ്റേറ്റുകൾ എന്തായി കിടക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ സിലിക്കൺ ആറ്റത്തിനകത്ത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സിലിക്കൺ ആറ്റംസ് വരികയാണെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും, ചെറിയ എനർജി ഡിഫറൻസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പുകളായിട്ട് നിൽക്കും. അപ്പോൾ ഒരുപാട് ഫോർ എക്സാമ്പിൾ ഒരു n സിലിക്കൺ ആറ്റംസ് ഒരുമിച്ച് നിൽക്കുകയെന്ന് വിചാരിച്ചു ഒരു n സിലിക്കൺ ആറ്റംസ് ഉപയോഗിച്ചൊരു സിലിക്കൺ ക്രിസ്റ്റൽ ഉണ്ടാക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് ടോട്ടൽ എത്ര സ്റ്റേറ്റുകൾ ഉണ്ടാവും, 8 സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഈ 8 സ്റ്റേറ്റുകൾക്കകത്ത് 4 സ്റ്റേറ്റുകൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. ബാക്കി 4 സ്റ്റേറ്റുകൾ എന്തായിട്ട് നിൽക്കുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് വാക്കൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒക്യുപ്പൈ ചെയ്ത 4 സ്റ്റേറ്റുകൾ അഥവാ വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ ഈ 8 ഇലക്ട്രോൺസ്, ഈ വാലൻസ് ഇലക്ട്രോൺസുകളുടെ എനർജി ലെവൽസിന്റെ ഗ്രൂപ്പ് അഥവാ വാലൻസ് ഇലക്ട്രോൺസിന്റെ എനർജി ബാൻഡ്, അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാലൻസ് ഇലക്ട്രോൺസുകൾ നിൽക്കുന്ന എനർജി ലെവലുകൾ ഉണ്ടാകുന്ന ഗ്രൂപ്പില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ്. അപ്പോൾ എന്തുണ്ടാവും, ഇതിനകത്തൊക്കെ എന്തുണ്ടാവും, ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. ഏത്, ഈ പറഞ്ഞ വാലൻസ് ബാൻഡിനകത്ത് ഓരോ ലെവലിലും എന്തുണ്ടാവും, ഇലക്ട്രോൺസുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു അപ്പ് സ്പിന്നും ഒരു ഡൗൺ സ്പിന്നിൽ ഇലക്ട്രോൺസുകൾ നിൽക്കുന്നുണ്ടാവും. ഈ വാലൻസ് ബാൻഡിന് മുകളിലുള്ള എനർജി ബാൻഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, വാലൻസ് ബാൻഡിന് മുകളിലുള്ള എനർജി ബാൻഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ബാൻഡാണ് വാലൻസ് ബാൻഡ്. അതിന് മുകളിലുള്ള എനർജി ബാൻഡിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇനിയൊരു കാര്യം കൂടി മനസ്സിലാക്കും, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടക്ഷൻ ബാൻഡും ഇതെന്താക്കിയിട്ട് എടുക്കാം, നമുക്ക് വാലൻസ് ബാൻഡ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു സ്ക്വയർ ആയിട്ട് ഒരു റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇതിനകത്ത് കുറേ എനർജി ലെവൽസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഈ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് തമ്മിൽ ഉണ്ടാകുന്ന ഈ ഒരു എനർജി ഗ്യാപ്പ് ഇല്ലേ, എനർജി ഡിഫറൻസ് ഇല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ എനർജി ഗ്യാപ്പ് അതല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. എന്തിന്, ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡിൻ്റെ ഇടയ്ക്കുള്ള എനർജി ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ്. അപ്പം ഇനി മനസ്സിലാക്കുക, ഇനി എങ്ങനെയാണ് ഈ കണ്ടക്ടേഴ്സും അതേപോലെ സെമി കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സും തമ്മിൽ വ്യത്യാസം എന്നുള്ളതാണ്. കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡോ അതല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡോ അതല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ഇത് കണ്ടക്ഷൻ ബാൻഡാന്ന് വിചാരിക്കുക, ഇത് വാലൻസ് ബാൻഡാന്ന് വിചാരിക്കുക. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിനകത്ത് എന്തുണ്ടെന്ന് അറിയോ, കുറേ എനർജി ലെവൽസ് കാണാൻ പറ്റും. അതിനകത്ത് ചില എനർജി ലെവൽസിലൊക്കെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫില്ലായി കിടക്കുന്നുണ്ട് കണ്ടക്ഷൻ ബാൻഡ്. അങ്ങനെ പാർഷ്യലി ഫില്ലായി കിടക്കുന്ന കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസ് ഒക്കെ എന്തായിരിക്കും, കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇനി വേറൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, വാലൻസ് ബാൻഡ് ഇങ്ങനെ ഉണ്ട്. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടി ഓവർലാപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിനകത്ത് എന്തായാലും ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഈ വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങോട്ടേക്ക് എത്താൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിനകത്തേക്കും എത്താൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇവർ തമ്മിൽ എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. എനർജി ഡിഫറൻസ് ഇല്ല എന്ന് തന്നെ കാര്യമായിട്ട് പറയും. അതുകൊണ്ട് വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസിന് എങ്ങോട്ടേക്ക് എത്താം, കണ്ടക്ഷൻ ബാൻഡിനകത്തേക്ക് എത്താം. കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന് എനർജി കൂടുതലാണ്. അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. ഈ ക്രിസ്റ്റലിനകത്തോടെ മെറ്റീരിയലിനകത്തോടെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. അപ്പോൾ കണ്ടക്ടേഴ്സിനകത്ത് ഒന്നെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അതല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടാവും. ഇനി മറ്റൊന്നാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. സെമി കണ്ടക്ടേഴ്സ്
കണ്ടക്ടേഴ്സിനകത്ത് ഈ പറഞ്ഞ എന്തുണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്, വാലൻസ് ബാൻഡും ഉണ്ട്. അതിനകത്ത് വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ലെവൽസിലും എന്തുണ്ടാവും, ഇലക്ട്രോൺസുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതേസമയം പിന്നെ കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി എന്താണ്, വാക്കൻ്റ് ആണ്. പക്ഷേ ഇതേപോലെ തന്നെയാണ് എവിടെയെന്ന് അറിയോ, ഇൻസുലേറ്റേഴ്സിനകത്ത് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് കംപ്ലീറ്റ്ലി വാക്കൻ്റ് ആണ്, വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലും ഓരോ എനർജി ലെവലിലും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഇനി മനസ്സിലാക്കുക, ഇതിനകത്ത് പിന്നെ ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇനി ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും വ്യത്യാസം, ഇതിനകത്ത് കണ്ടക്ഷൻ നോക്കിയാൽ ഇവർ തമ്മിലുണ്ടാകുന്ന ഗ്യാപ്പ് ഇല്ലേ, എനർജി ഗ്യാപ്പ്, ആരൊക്കെ തമ്മിൽ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുണ്ടാകുന്ന എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഇൻസുലേറ്റേഴ്സിനകത്ത്. അതേസമയം സെമി കണ്ടക്ടേഴ്സിനകത്ത് ആ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ വിൽ ബി ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പോൾ എന്താണ് ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും വ്യത്യാസം എന്ന് വെച്ചാൽ, കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് തമ്മിലുണ്ടാകുന്ന എനർജി ഗ്യാപ്പ് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അത് സെമി കണ്ടക്ടേഴ്സ് ആണ്, ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അത് പിന്നെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയതുകൊണ്ട് ചെറിയൊരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസിന് എങ്ങോട്ടേക്ക് എത്താൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റും. കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ക്രിസ്റ്റലിനകത്തോട് മൂവ് ചെയ്യാം, എനർജി കൂടുതലാണ്, അതുകൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും, ദെർഫോർ കണ്ടക്ഷൻ പോസിബിൾ ആവും. അപ്പോൾ ഇതാണ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. സിലിക്കൺ സെമി കണ്ടക്ടറാണ്, കാർബൺ ഫാമിലിയിലുള്ള. അതേപോലെ തന്നെ ജെർമേനിയം സെമി കണ്ടക്ടറാണ്. അതേസമയം കാർബൺ ഇൻസുലേറ്റർ ആണ്. അങ്ങനെ കാർബണിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്താണ്, ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതേസമയം സെമി കണ്ടക്ടേഴ്സിനകത്താണ് സിലിക്കണും അതേപോലെ തന്നെ ജെർമേനിയം. ഇനി ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ടിന്നൊക്കെ എന്തിൽ വരിക, ഈ പറഞ്ഞ കണ്ടക്ടേഴ്സിനകത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത്, പിന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ആരൊക്കെ, കണ്ടക്ടേഴ്സും അതേപോലെ ഈ സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ ഡിസ്കഷൻ കാര്യമായിട്ട് പോകുന്നത് പിന്നെ സെമി കണ്ടക്ടേഴ്സിനകത്തേക്കാണ് നോക്കുക. നമ്മുടെ ഡിസ്കഷൻ കാര്യമായിട്ട് പിന്നെ സെമി കണ്ടക്ടേഴ്സിന്റെ പുറത്തല്ലേ. അപ്പോൾ അതിനകത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യൂർ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ക്രിസ്റ്റലിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിലിക്കൺ ആറ്റംസ് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എന്തുണ്ടാവുക, സിലിക്കൺ ക്രിസ്റ്റൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ജെർമേനിയം ആറ്റംസ് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ജെർമേനിയം ക്രിസ്റ്റൽ ഉണ്ടാവുക. എന്താ സിലിക്കന്റെ പ്രത്യേകത, സിലിക്കന്റെ ആറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞു 14 ആണ്. അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിലിക്കന്റെ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന സമയത്ത് കുറേ സിലിക്കൺ ആറ്റംസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ കൊവാലന്റ് ബോണ്ടിങ്ങിലായിരിക്കും ഉണ്ടാവുക, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് നിൽക്കും. അങ്ങനെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുക. ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, ക്രിസ്റ്റൽ പിന്നെ സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ സിലിക്കൺ ക്രിസ്റ്റലിന്റെ ഒരു ഫിഗർ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ സിലിക്കൺ ആറ്റംസ് ആണ്. ഓക്കെ, ഈ സിലിക്കൺ ആറ്റത്തിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഈ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു സിലിക്കന് ചുറ്റും 4 ഇലക്ട്രോൺസ്, 1, 2 and 3 and 4 4 ഇലക്ട്രോൺസ് ഉണ്ട്. വേറെ 4 ഇലക്ട്രോൺസ് എവിടെ നിന്ന് കിട്ടും, വേറെ സിലിക്കൺ ആറ്റത്തിന് കിട്ടും. അങ്ങനെ സിലിക്കൺ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസുകൾ ഷെയർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ പറയാം, ഈ ഒരു സിലിക്കന് ചുറ്റും ഇപ്പം 4 ഇലക്ട്രോൺസ് പിന്നെ 8 ഇലക്ട്രോൺസുകൾ ഇങ്ങനെ ഉണ്ടാവും. അതെങ്ങനെ വെച്ചാൽ ഷെയർ ചെയ്തിട്ട് കൊവാലന്റ് ബോണ്ടിങ് വഴി ഷെയർ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ ഉണ്ടാവുക. ഇത് എപ്പോഴാണ്, ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിൻ, വളരെ ചെറിയ ടെമ്പറേച്ചറിൽ. ഇനി ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കി, ഞാൻ ഇതിന്റെ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ കാണുന്ന എല്ലാ ഇലക്ട്രോൺസുകളും ആക്ച്വലി വാലൻസ് ഇലക്ട്രോൺസുകളാണ്. അപ്പോൾ ഇവരൊക്കെ ഏത് ബാൻഡിലാണ് ഉണ്ടാവുക, വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക. നോക്കിയതാ, ഓരോ ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്, വാലൻസ് ബാൻഡിലുണ്ട്. അപ്പോൾ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സമയം കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ എന്താണ്, കംപ്ലീറ്റ്ലി വാക്കൻ്റ്, ഇവിടെ ഒന്നും ഇല്ല, ഇലക്ട്രോൺസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ വാലൻസ് ബാൻഡിനേക്കാളും പിന്നെ മുകളിലാണ് എന്തുണ്ടാവുക, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാവുക. ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഫോർ സിലിക്കൺ. ഇനി സിലിക്കന്റെ കേസിലൊക്കെ ഞാനത് പറയാം. സിലിക്കന്റെ കേസിൽ ഈ എനർജി ബാൻഡിന്റെ വാല്യൂ വരിക, എനർജി ഗ്യാപ്പ് ഫോർ സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 1.1 ഇലക്ട്രോൺ വോൾട്ടും, അതേപോലെ ജെർമേനി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ത് വരിക, ഈ പറഞ്ഞ എനർജി ഗ്യാപ്പ് വരിക. ഓക്കെ, അപ്പോൾ ഒരു ലോ ടെമ്പറേച്ചറിൽ എല്ലാ ഇലക്ട്രോൺസും ഇവിടെ ഉണ്ടാവുക വാലൻസ് ബാൻഡ് ആണ്. വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇതിപ്പോൾ ബേസിക്കലി എന്താണ്, ഇൻസുലേറ്റർ ആണ്. കാരണം കണ്ടക്ഷൻ ബാൻഡിനകത്ത് എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല. ഇനി ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുറച്ചുകൂടി എബോവ് 0 കെൽവിൻ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺസുകൾ ഈ വാലൻസ് ബാൻഡിലുള്ള കുറച്ച് ഇലക്ട്രോൺസുകൾക്ക് എങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്ന ഒരു കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടുന്ന് വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇലക്ട്രോൺസുകൾ എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, പിന്നെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസുകൾ എങ്ങോട്ടേക്ക് എത്തും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അഥവാ ഈ ബോണ്ടിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട്, സൈറ്റ് 1ൽ നിന്ന് ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു,
ഫ്രീ ആയിട്ട് മാറി. അപ്പോൾ ഇതിനാണ് തെർമലി ജനറേറ്റഡ് ഫ്രീ ഇലക്ട്രോൺ എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ തെർമലി ജനറേറ്റ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ ഉണ്ടായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് എത്തി, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തി. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എത്തിക്കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാം, കണ്ടക്ഷൻ ബാൻഡിനകത്തൂടെ പിന്നെ കണ്ടക്ഷൻ ബാൻഡിൽ വേറെ ഫ്രീ ആയിട്ടുള്ള എനർജി ലെവൽസിലേക്ക് എന്ത് ചെയ്യാം, നീങ്ങാൻ പറ്റും. എനർജി കൂടുതലാണ്. നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിന് പിന്നെ ഒരു പവർ സപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ എന്ത് ചെയ്യും, പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പോസിബിൾ ആവും. അപ്പോൾ എങ്ങനെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പോസിബിൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമലി ജനറേറ്റ് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഈ കാണുന്ന വാലൻസ് ബാൻഡിനകത്ത് എന്തുണ്ട്, ഹോൾസ് ഇല്ലേ. ഇപ്പൊ നോക്കി, ഈ ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് പോവാം, അതേപോലെ ഈ ഇലക്ട്രോൺ വേണമെങ്കിൽ ഈ ഹോളിലേക്ക് പോകാം. അപ്പോൾ ഇലക്ട്രോൺ ഹോളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ഹോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലാണ് ഇവിടെ എന്തുണ്ടാവുക, ഹോൾസ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി ഈ ഹോളിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ വാലൻസ് ബാൻഡിൽ വേറൊരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഹോൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൈറ്റ് 1 ഓൾറെഡി ഒരു ഹോൾ ഉണ്ട്. സൈറ്റ് 2 എന്നൊരു ഇലക്ട്രോൺ ഈ ഹോളിലേക്ക് വരികയാണെങ്കിൽ സൈറ്റ് 2 എന്ത് വരും, ഹോൾ വരും. അഥവാ ഹോൾസ് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാലൻസ് ബാൻഡിലെ ഹോൾസ് മൂവ് ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിലൂടെയും ഈ മെറ്റീരിയലിനകത്ത്, സെമി കണ്ടക്ടിങ് മെറ്റീരിയലിനകത്ത് എന്ത് പോസിബിൾ ആവും, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പോസിബിൾ ആവും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത റൂം ടെമ്പറേച്ചറിൽ, ലോ ടെമ്പറേച്ചറിൽ അത് ബേസിക്കലി ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. റൂം ടെമ്പറേച്ചറിൽ അതിന്റെ പ്രത്യേകത എന്തുണ്ട്, അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. എത്രയാണോ കണ്ടക്ഷൻ ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ അത് തന്നെയായിരിക്കും എന്തിന്റെ കോൺസെൻട്രേഷനും, ഹോൾസിന്റെ കോൺസെൻട്രേഷനും. കാരണം ഓരോ ഇലക്ട്രോണും മുകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഓരോ ഹോൾസിന് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ വാലൻസ് ബാൻഡിനകത്ത് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും ഈക്വൽ ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്നാണ് പറയാം. ഓക്കെ, അത് ഇലക്ട്രോൺ കോൺസെൻട്രേഷന്റെ വാല്യൂ, അതായത് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് ഹോൾസ് പെർ യൂണിറ്റ് വോളിയം ഒക്കെ സെയിം ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇലക്ട്രോൺ കാരിയർ. പിന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന്റെ പ്രത്യേകത. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ഈ ഒരു ക്രിസ്റ്റലിന് നമ്മളൊരു പിന്നെ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ കറണ്ട് ഉണ്ടാവുന്ന കാരണം ഒന്ന് ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന കറണ്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ആര് മൂവ് ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന കറണ്ടും, ഹോൾസ് മൂവ് ചെയ്യുന്ന കാരണം എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമി കണ്ടക്ടർ ക്രിസ്റ്റലിന് അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും. ഈ ടെമ്പറേച്ചർ കൂട്ടുന്നതിന് പകരം നമുക്ക് ഈ മെറ്റീരിയലിനകത്തേക്ക്, ഒരു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിനകത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേറെ ആറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കൂടും, കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ഏത് ആറ്റംസിന് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആറ്റംസിന് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിനകത്തേക്ക് ഒരു പെൻഡാവാലന്റ് ആറ്റമാണ് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. പെൻഡാവാലന്റ് ആറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള ഒരു ആറ്റത്തിന് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഫോസ്ഫറസോ ആഴ്സനിക്കോ അല്ലെങ്കിൽ ആന്റിമണി പോലത്തെ ആറ്റംസിനെ നമ്മൾ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്, ഈ ഒരു പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിനകത്തേക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, ഡോപ്പിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സെമി കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഡോപ്പ് ചെയ്യാൻ പറ്റും. എന്തിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ പിന്നെ പെൻഡാവാലന്റ് ആറ്റംസിന് ആഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പെൻഡാവാലന്റ് ആറ്റംസിന് ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് പറയുക. ഇപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സിലിക്കൺ ആറ്റംസ് മാത്രമല്ലേ ഉള്ളായിരുന്നു, ഇത് റൂം ടെമ്പറേച്ചറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി റൂം ടെമ്പറേച്ചർ കാരണം എന്ത് ചെയ്യും, കുറച്ച് ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയ ഇലക്ട്രോൺ ആണ് ഈ കാണുന്ന ഇലക്ട്രോൺ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോളാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ ആഴ്സനിക്കിന് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, സിലിക്കൺ ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഈ സിലിക്കൺ ആറ്റത്തിനകത്തേക്ക് ആഴ്സനിക്കിന് ആഡ് ചെയ്യുമ്പോൾ സിലിക്കൻ്റെ ഒരു സ്പേസിൽ എന്ത് ചെയ്യും, ആഴ്സനിക്ക് കയറിയിട്ട് നോക്കും. ഇതാണ് ആഴ്സനിക് ആറ്റം. ഈ ആഴ്സനിക് ആറ്റത്തിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ ഇവരുമായിട്ട് ഷെയർ ചെയ്യും, മറ്റ് സിലിക്കൺ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യും. അവസാനത്തെ ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ടാവും. ഈ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരിക. ഈ പിന്നെ എനർജി ഡയഗ്രത്തിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഈ ഡോണർ എനർജി ലെവൽ എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ. ഇത് എന്തിന്റെ തൊട്ട് താഴെ, കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെ അല്ലേ. അപ്പോൾ ഈ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് പെൻഡാവാലന്റ് ആറ്റത്തിന്റെ അവസാനത്തെ ഇലക്ട്രോൺസിന്റെ എനർജി ലെവൽ വിൽ ബി ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. ഡോണർ എനർജി ലെവൽ വിൽ ബി ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, ജസ്റ്റ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്. അവിടെ ഇലക്ട്രോൺസിന് വളരെ എളുപ്പത്തിൽ എങ്ങോട്ടേക്ക് എത്താൻ പറ്റും, ഈ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡിലേക്ക് വളരെ എളുപ്പത്തിൽ ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ആഴ്സനിക്കിന് ആഡ് ചെയ്യുന്നു അത്രത്തോളം എന്ത് കിട്ടും, ഓരോരോ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ആഴ്സനിക്കിന് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അഥവാ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, ഹോൾസിന്റെ കോൺസെൻട്രേഷനേക്കാളും കൂടുതലായിരിക്കും. എൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ NH എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ. ഇനി ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ സിലിക്കൺ ആറ്റംസ് ആണ്. ഇതെല്ലാം എന്താണ്? സിലിക്കൺ ആറ്റംസ് ആണ്. ഇതിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം സിലിക്കൺ ആറ്റംസ് ആണ്. ഈ കാണുന്നതാണ് എന്ത്? ആഴ്സനിക് അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെട്ട പെൻഡാവാലന്റ് ആറ്റം. ആ പെൻഡാവാലന്റ് ആറ്റം എന്ന് പറയുമ്പോൾ ഇത്രയും പെൻഡാവാലന്റ് ആറ്റമാണ്. ആ ഇലക്ട്രോൺ അടക്കം പെൻഡാവാലന്റ് ആറ്റമാണ്. ഈ ഒരു ഇലക്ട്രോൺ ഇതിനകത്ത് നിന്ന് ഈ ആറ്റത്തിൽ നിന്ന് പിന്നെ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന് എന്ത് ചാർജ് എന്ന് വിളിക്കാൻ പറ്റും? പ്ലസ് ചാർജ് ആയി മാറില്ല. ആഴ്സനിക്കിന് പ്ലസ് ആയിട്ട് മാറൂലേ? ഓക്കെ. അതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സിലിക്കൺ ആറ്റംസ് ആണ്. ഓക്കെ. ഇതെന്താണ്? ആഴ്സനിക് ആണ്. ആഴ്സനിക്കിന്റെ പ്ലസ് ആണ് ഇവിടെ. അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺ, അതായത് അഞ്ചാമത്തെ ഇലക്ട്രോൺ ആണ് ഇത്. ഈ അഞ്ചാമത്തെ അവസാനത്തെ ഷെല്ലിൽ അഞ്ചാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആയി കഴിഞ്ഞാൽ ആഴ്സനിക്കിന് പിന്നെ എന്ത് ചാർജ് വരും? പ്ലസ് ചാർജ് വരും. ഓക്കെ. അതുകൊണ്ട് ഇത് പ്ലസ് ഒരു ഇലക്ട്രോൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ വിളിക്കുന്ന പേരാണ് ഡോണർ കോർ ആൻഡ് ദാറ്റ് ഇസ് ദ ഫ്രീ ഇലക്ട്രോൺ ഹിയർ. ഓക്കെ. അപ്പോൾ എൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എൻ എച്ച്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ അല്ലേ കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം പറയാറുണ്ട്, എൻ ടൈപ്പിനകത്തുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസും ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, അതേപോലെ ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. എവിടെ? ഒരു എക്സ്ട്രിൻസിക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത്. ഇനി ഇതേപോലെ വേറൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യുവർ സിലിക്കൺ ക്രിസ്റ്റലിനകത്തേക്ക് ട്രൈവാലന്റ് ആറ്റത്തിന് നമ്മൾ ആഡ് ചെയ്യാം. ഏത് ട്രൈവാലന്റ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബോറോൺ ആവാം, അല്ലെ ബോറോൺ ഫാമിലിപ്പെട്ട ഗാലിയം ആവാം, ഇൻഡിയം, ഇങ്ങനത്തെ ആരെങ്കിലൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സിലിക്കണിന്റെ സ്പേസിൽ ആര് കയറി വരും? ഈ പറഞ്ഞ ആറ്റം കയറി നിൽക്കും. ഈ ആറ്റത്തിന്റെ പ്രത്യേകത, ഇതിന്റെ അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ട്. ആ ഇലക്ട്രോണിന്റെ കുറവിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? ഹോളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഹോളിന്റെ എനർജി അല്ലെങ്കിൽ ആ വാക്കന്റ് എനർജി ലെവൽ വിൽ ബി സംവെയർ ഹിയർ. ഇതാണ് ഉണ്ടാവുക. ഈ ആക്സെപ്റ്റർ എനർജി ലെവൽ എന്നാണ് പറയുക. ഈ ആക്സെപ്റ്റർ എനർജി ലെവൽ ഇവിടെ ഉള്ളതെന്ന് പറയുക വാലൻസ് ബാൻഡ് തൊട്ട് മുകളിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ വളരെ എളുപ്പത്തിൽ എങ്ങോട്ടേക്ക് എത്താൻ പറ്റും? ഈ ആക്സെപ്റ്റർ എനർജി ലെവലിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, സിലിക്കണിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എത്തും? ഈ പറഞ്ഞ ആഡ് ചെയ്യപ്പെട്ട ബോറോണ ഗാലിയത്തിന്റെ ഒക്കെ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, സിലിക്കണിന്റെ വാലൻസ് ബാൻഡിൽ നിന്ന് പിന്നെ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എത്തുന്നതാ? ഈ കാണുന്ന ആക്സെപ്റ്റർ എനർജി ലെവലിലേക്ക് എത്തും. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് ഹോൾസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, NH ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ NE എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. നമുക്ക് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതൊക്കെ സിലിക്കൺ ആറ്റംസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന റൗണ്ട്സുകളൊക്കെ സിലിക്കൺ ആറ്റംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സിലിക്കൺ ആറ്റത്തിനകത്തേക്ക് നമ്മൾ ഈ സിലിക്കൺ ക്രിസ്റ്റലിനകത്തേക്ക് എന്തിനാ ആഡ് ചെയ്തു? ഒരു പിന്നെ ഇൻഡിയത്തിനെയോ ഗാലിയത്തിനെ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഗാലിയത്തിന് ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്ന അതാണ്. ഓക്കെ. വിത്ത് എ ഹോള്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആൻഡ് ഹോൾ കാണുന്നുണ്ട്. അതിനർത്ഥം ഈ ഹോളിലേക്ക് ഒരു ഇലക്ട്രോൺ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരിക? ഇയാൾക്ക് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. അതാണ് റെപ്രസെന്റേഷൻ. ഇനി ഓർത്തിരിക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എൻ ടൈപ്പിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. പി ടൈപ്പിനകത്ത് ഹോൾ കോൺസെൻട്രേഷൻ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ഇത് എൻ ടൈപ്പ് ആൻഡ് ദിസ് ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. നോക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ സിലിക്കൺ ക്രിസ്റ്റൽ എന്ന് വിചാരിച്ചു. ആ സിലിക്കൺ ക്രിസ്റ്റൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ്. ഓക്കെ. നമുക്ക് ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ഒരു 400 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. ആ സമയത്ത് അതിനകത്തുള്ള കാരിയർ കോൺസെൻട്രേഷൻ നമുക്ക് NI നല്ല റെപ്രസെന്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പിന്നെ NEയും NH ഒക്കെ ഈക്വൽ ആണ്. അത് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? NI എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി അതേ സിലിക്കൺ ക്രിസ്റ്റലിനെ ഞാൻ എന്താക്കി മാറ്റി? N ടൈപ്പ് ആക്കി മാറ്റി വിചാരിക്കും. N ടൈപ്പ് ആക്കി മാറ്റണമെങ്കിൽ എന്തിനെ ആഡ് ചെയ്യണം? ആഴ്സനിക്കിന് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അങ്ങനെ ആഴ്സനിക്കിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൂടും? ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ വല്ലാണ്ട് കൂടും. എന്തിനേക്കാളും? ഹോൾസിന്റെ കോൺസെൻട്രേഷനേക്കാളും കൂടും. ഇതും നിലവിൽ ഏത് ടെമ്പറേച്ചറിൽ തന്നെയാണ്? സെയിം ടെമ്പറേച്ചറാണ് 400 കെൽവിൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം 400 കെൽവിനിലാണ് ഈ പിന്നെ സിലിക്കൺ ക്രിസ്റ്റൽ നിൽക്കുന്നത്, N ടൈപ്പ് സിലിക്കൺ ക്രിസ്റ്റൽ നിൽക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം? NEയും അതേപോലെ തന്നെ NH തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഇതിനെ എക്സ്റ്റൻസീവ് ആക്കി മാറ്റിയതിന് ശേഷം, അതേ ടെമ്പറേച്ചറിൽ എക്സ്റ്റൻസീവ് ആക്കി മാറ്റിയതിന് ശേഷം NE ഇൻറ്റു NH മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന NI ഇല്ലേ, ആ NIന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, NE ഇൻറ്റു NHന്റെ വാല്യൂ എന്തിന് ഈക്വലാണ്? NI സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പോൾ പിന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടിങ് മെറ്റീരിയലിനെ എക്സ്ട്രിൻസിക് ആക്കി കഴിഞ്ഞാലും NE NH മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് NI സ്ക്വയർ. ഇവർ NI ഈസ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും.
നോക്കാം. ഇനി പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ, അതായത് നമ്മുടെ കയ്യിലൊരു പിന്നെ സിലിക്കൺ ക്രിസ്റ്റൽ ഉണ്ട്. ഈ സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, പിന്നെ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് ഡോപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞാൽ എൻ ടൈപ്പ് ആക്കി മാറ്റി. മറ്റേ വശം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് ഡോപ്പ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുക, പി ടൈപ്പ് കിട്ടും. അപ്പോൾ ഒരു സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ ഒരു സൈഡ് എൻ ടൈപ്പ് മറ്റൊരു സൈഡ് പി ടൈപ്പും ആക്കി മാറ്റിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിക്കുന്നതാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഇത്രയും ഭാഗം നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇത്രയും ഭാഗം എന്താണ്, എൻ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ്, പി ടൈപ്പ് ആണ്. ശരിക്കും ഈ ഫിഗറിനകത്ത് ഓക്കെ മനസ്സിലാവും. അപ്പോൾ എൻ ടൈപ്പിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താ കൂടുതൽ, മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് അല്ലേ, പി ടൈപ്പിനകത്തുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് അല്ലേ. അപ്പോൾ ഈ എൻ ടൈപ്പിനകത്തുള്ള മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ്, അഥവാ ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ വല്ലാണ്ട് എന്താണ്, കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും, ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. അതിനാണ് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇലക്ട്രോൺസ് പിന്നെ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആര് വരും, നേരത്തെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അവിടെ പ്ലസ് ചാർജ് വരില്ല, ആഴ്സനിക്കിൻ്റെ പ്ലസ് ചാർജുകൾ ഇവിടെ വന്ന് നിൽക്കും, അവിടെ പ്ലസ് ചാർജ് വരും. അതേപോലെ തന്നെ ഇനി ഇവിടെ പി റീജിയനകത്ത് പിന്നെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആരാണ്, ഹോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. അതേസമയം എൻ റീജിയനിൽ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. അത് ഹോൾസ് പി റീജിയൻ എൻ റീജിയനിലേക്ക് എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ പി റീജിയൻ എൻ റീജിയനിലേക്ക് ഹോൾസിന് ഡിഫ്യൂഷൻ ഉണ്ടാവും. അതിന് നമ്മൾ ഹോൾ ഡിഫ്യൂഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഹോൾ ഡിഫ്യൂഷൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ ഹോൾ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചാർജ് വരും, ഇവിടെ ബാക്കി വരില്ല എന്താണ്, നെഗറ്റീവ് ചാർജ്. അഥവാ പിന്നെ ഇവിടെ ആഡ് ചെയ്തപ്പോൾ ഗാലിയോ അല്ലെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് അയോൺ ഇവിടെ ബാക്കി ഉണ്ടാവും. ഇനി നോക്കുക, ഇങ്ങനെ ഉണ്ടായി. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ പ്ലസ് വന്നു, ഇവിടെ മൈനസ് വന്നില്ലേ. അപ്പോൾ ഈ എൻ റീജിയൻ ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ചാർജുകൾ വരുന്നത്, ഇവിടെ നെഗറ്റീവ് വരുന്നത്. അഥവാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ആർക്ക് മൂവ് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ചാർജുകൾ. അഥവാ ഹോളുകൾ, ഇവിടെ ഈ എൻ റീജിയനിലുള്ള മൈനോറിറ്റി ഹോളുകൾ എന്ത് ചെയ്യുന്ന അറിയാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങും. അഥവാ ഹോളിൻ്റെ ഡ്രിഫ്റ്റ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ നീങ്ങുന്നതിന് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഹോൾസ് എൻ റീജിയന്ന് പി റീജിയനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അതേപോലെ ഇലക്ട്രോൺസ് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡ്രിഫ്റ്റ് ചെയ്യും. ഏത് ഇലക്ട്രോൺസ്, മൈനോറിറ്റി ആയിട്ടുള്ള ഇലക്ട്രോൺസ് പി റീജിയന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ഡ്രിഫ്റ്റ് ചെയ്യും. ഒരു മൊമെന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷനും ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റും ബാലൻസ് ആവും. അതേപോലെ തന്നെ ഹോൾ ഡ്രിഫ്റ്റും ഹോൾ ഡിഫ്യൂഷനും എന്താവും, ബാലൻസ് ആവും. ആ സമയത്ത് നെറ്റ് കറണ്ട് അല്ലെങ്കിൽ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് അക്രോസ് ദി ജംഗ്ഷൻ എന്തായിട്ട് മാറും, 0 ആയിട്ട് വരും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഇനീഷ്യലി ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഉണ്ടാവും, പ്ലസ് ചാർജ് എൻ റീജിയനിൽ വരും. അതേപോലെ തന്നെ ഹോൾ ഡിഫ്യൂഷൻ ഉണ്ടാവും, പി റീജിയൻ്റെ അടുത്ത് മൈനസ് ചാർജ് വരും. അപ്പോൾ എന്താ സംഭവിക്കും, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, എന്തുണ്ടാവും, ഇലക്ട്രിക് പിന്നെ ഡ്രിഫ്റ്റുകൾ ഉണ്ടാവും, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഉണ്ടാവും, അതേപോലെ ഹോൾ ഡ്രിഫ്റ്റ് ഉണ്ടാവും. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്താ അവസ്ഥ വെച്ചാൽ എൻ റീജിയൽ ഒരു ഹയർ പൊട്ടൻഷ്യലും അതേപോലെ തന്നെ പി റീജിയൽ ഒരു ലോവർ പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ എൻ റീജിയൽ ഹയർ പൊട്ടൻഷ്യലും പി റീജിയൽ ലോവർ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ദർ വിൽ ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് ജംഗ്ഷൻ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ കാണുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യലാണ്, പി റീജിയൻ ലോവർ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ ദർ വിൽ ബി എ ബാരിയർ പൊട്ടൻഷ്യൽ അക്രോസ് ദ ജംഗ്ഷൻ. ഓക്കെ, when a PN junction is formed. ഇനി ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ചാർജുകളെല്ലാം ഫ്രീ ഇലക്ട്രോൺസും ഹോൾസൊന്നും ഇല്ലാത്തൊരു റീജിയൻ ഉണ്ടാവും. ഈ ജംഗ്ഷനെ അക്രോസ് ആയിട്ട് റീജിയനെ വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് പറയുക. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ, ഹോൾ ഡിഫ്യൂഷൻ, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ്, ഹോൾ ഡ്രിഫ്റ്റ് കാര്യങ്ങളൊക്കെ. ഇനി നോക്കുക, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണെന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ഫോം ചെയ്ത പി എൻ ജംഗ്ഷനില്ലേ, അതായത് ഒരു സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ ഒരു സൈഡിൽ പിന്നെ പി ടൈപ്പും മറ്റേ സൈഡിൽ എൻ ടൈപ്പ് ഒക്കെ ആക്കി മാറ്റിയ എന്തുണ്ട്, സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ നമ്മുടെ കയ്യിൽ. ആ സിലിക്കൺ ക്രിസ്റ്റലിൻ്റെ രണ്ട് എൻഡിലും ഒരു മെറ്റാലിക് കോൺടാക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്തരം ഒരു പിന്നെ ഈ ഒരു കോൺഫിഗറേഷൻ വിളിക്കുന്ന പേരാണ് ബേസിക്കലി ഡയോഡ് എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്കകത്ത് നിങ്ങൾ ഒരു പക്ഷേ ഡയോഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. ഇതാണ് ശരിക്കും ഡയോഡിൻ്റെ പിന്നെ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതിന് ഡയോഡ് മെറ്റാലിക് കോൺടാക്ട് വെച്ചിട്ട് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ പാകത്തിൽ രണ്ട് ടെർമിനലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയോഡ് എന്ന് പറഞ്ഞാൽ. ഈ ഡയോഡിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്തുള്ള സിമ്പിൾ ഇങ്ങനെയാണ്, മനസ്സിലാക്കി വെക്കണം. ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് പി റീജിയനാണ്, അതേപോലെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വലി എൻ റീജിയനാണ്. ഇനി ഈ ഡയോഡിനെ നമുക്ക് രണ്ട് രീതിയിൽ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബയാസിംഗ് എന്ന് പറയും. ഓക്കെ, ബാറ്ററിയിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ റിവേഴ്സ് ബയാസിലും കണക്ട് ചെയ്യാം. എന്താണ് ഈ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയോഡിന്റെ പി റീജിയൻ അഥവാ പി ടൈപ്പ് റീജിയൻ എങ്ങോട്ടേക്ക്, ഹയർ പൊട്ടൻഷ്യലിലേക്കും
ഡയോഡിൻ്റെ എൻ റീജിയൻ ലോവർ പൊട്ടൻഷ്യലിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് പി ടു ഹയർ പൊട്ടൻഷ്യലും എൻ ടു ലോവർ പൊട്ടൻഷ്യലും കണക്ട് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയാണ് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസ് എന്നാണ് പറയുക. അപ്പോൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യലും പി റീജിയൻ ലോവർ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക അക്രോസ് ദ ജംഗ്ഷൻ. ഇനി ഇവിടെ ഓൾറെഡി ഇവിടെ എന്ത് കണക്ട് ചെയ്തു, ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കണക്ട് ചെയ്തില്ലേ, ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് കണക്ട് ചെയ്തപ്പോൾ എൻ റീജിയൻ കണക്ട് ചെയ്ത് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. നോക്കുക, ഓൾറെഡി ഉള്ളത് പിന്നെ അക്രോസ് ജംഗ്ഷൻ ഉള്ളത് എങ്ങനെ വെച്ചാൽ എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യലും പി റീജിയൻ ലോവർ പൊട്ടൻഷ്യലും. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എൻ റീജിയൻ കണക്ട് ചെയ്ത് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്, പിന്നെ പി റീജിയൻ ഹയർ പൊട്ടൻഷ്യലിലേക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പൊട്ടൻഷ്യൽ ബാരിയർ പിന്നെ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് അല്ലെങ്കിൽ ജംഗ്ഷൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V0 ആണ് ബാരിയർ പൊട്ടൻഷ്യൽ. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എക്സ്റ്റേണൽ പവർ സപ്ലൈ V കൊടുക്കുന്നത്. അതുകൊണ്ട് നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ബാരിയർ വിൽ ബി V0 മൈനസ് V ആയിട്ട് വരും. നെറ്റ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ നെറ്റ് ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ നന്നായിട്ട് നടക്കും, അഥവാ അവിടെ മെജോറിറ്റി കേരിയേഴ്സിന്റെ ഫ്ലോ എന്ത് ചെയ്യും, അക്രോസ് ദ ജംഗ്ഷൻ സംഭവിക്കും, അഥവാ ആ ജംഗ്ഷൻ അക്രോസ് നന്നായിട്ട് എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡിലൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. അത്യാവശ്യം ഒരു മില്ലി ആംപിയർ റേഞ്ചിലുള്ള കറണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. കാരണം അക്രോസ് ജംഗ്ഷൻ എന്ത് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കുറയുക അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയല്ലേ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, നേരത്തെ ഉണ്ടായിരുന്ന ഡിഫ്യൂഷൻ ഇല്ലേ, ഡിഫ്യൂഷൻ നന്നായിട്ട് എന്ത് ചെയ്യും, പോസിബിൾ ആവും എന്നർത്ഥം. അപ്പോൾ ഒരു മില്ലി ആംപിയർ റേഞ്ചിലുള്ള ഹൈ കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. പിന്നെ നോക്കുക ഇതിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡയോഡിന് നമ്മളൊരു ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ വോൾട്ടേജ് വേരി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ കറണ്ട് വേരി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് വി ഹാവ് എ ഡയോഡ് ഹിയർ. ഓക്കെ, ഒരു ഡയോഡ് ഉണ്ട്. ആ ഡയോഡ് നമ്മൾ എന്തിലേക്ക് കണക്ട് ചെയ്യുന്നു, ഒരു പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിലൂടെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു അമ്മീറ്റർ വേണം. ഇവിടുത്തെ പവർ സപ്ലൈൻ്റെ പ്രത്യേകത ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. ഓക്കെ, ആൻഡ് ടു മെഷർ ദ വോൾട്ടേജ് അക്രോസ് ഡയോഡ് വി കണക്ട് എ വോൾട്ട് മീറ്റർ പാരലൽ ടു ഡയോഡ്. ഇത് ഫോർവേഡ് ബയാസിലാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ വോൾട്ടേജ്, ഇവിടെ എന്താണ് കറണ്ട് ഏത് റേഞ്ചിലാണ് വരിക, മില്ലി ആംപിയർ റേഞ്ചിൽ. അപ്പോൾ ഞാനിവിടെ ഈ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്യിക്കണം. ഇവിടെ 0 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുക. ആ സമയത്ത് ഇതിലൂടെ ഈ മില്ലി ആംമീറ്ററിനകത്ത് എങ്ങനെയാണ് കറണ്ട് വേരി ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാലും കറണ്ടിൽ കാര്യമായിട്ട് മാറ്റൊന്നും കാണില്ല. പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന കറണ്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏത് പോയിന്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കറണ്ട് നല്ലോണം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫോർവേഡ് ബയാസിൽ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. മില്ലി ആംപിയർ റേഞ്ചിലുള്ള അത്യാവശ്യം നല്ല കറണ്ട് പാസ് ചെയ്യും. ഇനി ഒരു ഡയോഡിന് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞു, പിന്നെ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്ന ഡയോഡിന്റെ പി റീജിയൻ ലോവർ പൊട്ടൻഷ്യലിലേക്കും എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യലിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കണക്ഷനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബയാസ്. ഇപ്പോൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഓൾറെഡി ഉള്ളത് എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യൽ അല്ലേ ഉള്ളത്, പി റീജിയൻ ലോവർ പൊട്ടൻഷ്യൽ അല്ലേ, അതിലേക്ക് ഈ എൻ റീജിയനിലേക്ക് വീണ്ടും ഹയർ പൊട്ടൻഷ്യൽ കണക്ട് ചെയ്ത്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ബാരിയർ പൊട്ടൻഷ്യൽ V0, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഒരു അതേ ഡയറക്ഷനിൽ തന്നെ. അപ്പോൾ എഫക്റ്റീവ്ലി ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. V0 പ്ലസ് എന്തായിട്ട് മാറും, V ആയിട്ട് മാറും. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടി, അഥവാ പിന്നെ എന്താണ്ടാവുക, ഡ്രിഫ്റ്റാണ് സംഭവിക്കുക. ഡിഫ്യൂഷൻ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും, ഡ്രിഫ്റ്റ് കൂടാൻ ഡ്രിഫ്റ്റ് ആക്ച്വലി ആരുടെ ഫ്ലോ ആണ്, മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ ആണ്. അതുകൊണ്ട് മൈനോറിറ്റി കാരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുള്ളൂ, ഈ ഡയോഡിലൂടെ പാസ് ചെയ്യുള്ളൂ. എങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫോർവേഡ് ബയാസിൽ ഡയോഡിലൂടെ നല്ല കറണ്ട് പാസ് ചെയ്യും, അതേസമയം റിവേഴ്സ് ബയാസിലൂടെ ഡയോഡിലൂടെ കറണ്ട് കാര്യമായിട്ട് പാസ് ചെയ്യുന്നില്ല, ഡയോഡ് ഓൾമോസ്റ്റ് പിന്നെ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇതിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു. അങ്ങനെ വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ കറണ്ടിനകത്ത് എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം ഡയോഡിന് പാരലായിട്ട്. ഇവിടെ പിന്നെ ഒരു അമ്മീറ്റർ വേണം. ഇവിടുത്തെ അമ്മീറ്റർ തന്നെ മൈക്രോ അമ്മീറ്റർ, കാരണം വളരെ ചെറിയ കറണ്ട്, മൈക്രോ റേഞ്ചിലുള്ള കറണ്ടേ പാസ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ ഇതിനകത്തൂടെ കറണ്ട് പിന്നെ വോൾട്ടേജ് മാറ്റി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിൽ ഗെറ്റ് ഗ്രാഫ് ലൈക്ക് ദിസ്. നോക്കുക, ഇവിടെ വോൾട്ടേജ്, കറണ്ട് മൈക്രോ ആംബിയർ റേഞ്ചിൽ. ഇത് പിന്നെ റിവേഴ്സ് ബയാസിലായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഏത് ക്വാർട്ടറിൽ വരയ്ക്കുന്നത്. വോൾട്ടേജ് നമ്മൾ നേരത്തെ കൊടുക്കുന്ന അതേ ഡയറക്ഷനിലല്ല കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഈ തേർഡ് ക്വാർട്ടറിലാണ് ഗ്രാഫ് വരിക. നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ടിൽ കാര്യമായിട്ട് മാറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് എന്ത് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. ആ പർട്ടിക്കുലർ വോൾട്ടേജ് ആണ് ഓക്കെ, ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും.
ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് റാപ്പിഡായിട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ഡയോഡിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് എന്താവും, ഇച്ചിരി ഡാമേജ് ആകും. കാരണം ഹൈ കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹീറ്റിംഗ് ഒക്കെ കാരണം ഡയോഡ് ഡാമേജ് ആവും. പക്ഷേ നോക്കുക, ഈ ഒരു അപ് ടു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാലും കറണ്ടിൽ കാര്യമായിട്ട് എന്തില്ല, മാറ്റില്ല. കറണ്ട് ഓൾമോസ്റ്റ് എന്താണ്, കോൺസ്റ്റന്റ്. അതും വളരെ ചെറിയ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള വളരെ ചെറിയ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ കറണ്ട് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് പറയുക. ഓക്കെ, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് ഇതിനെ വിളിക്കുക. വളരെ ചെറിയ കറണ്ട് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ നോക്കുക, ഇതാണ് റിവേഴ്സ് ബയാസിൽ ഡയോഡിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇനി ഈ ഡയോഡിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ അറിയാം, ഒരു റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാം. എന്താ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC വോൾട്ടേജിന് എന്താക്കി മാറ്റുക, DC വോൾട്ടേജ് ആക്കി മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ്. ACനെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയാം. അപ്പോൾ റെക്ടിഫയർ ആയിട്ട് നമുക്ക് എന്തിനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ഡയോഡിനെ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഹാഫ് വേവ് റെക്ടിഫയർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഈ സർക്യൂട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. വി ഹാവ് എ ട്രാൻസ്ഫോമർ ഹിയർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് AC ഒരു പക്ഷേ 230 വോൾട്ടിലേക്ക് ഇൻപുട്ട് AC ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ACൻ്റെ വോൾട്ടേജ് കുറക്കാൻ വേണ്ടി, പീക്ക് വോൾട്ടേജ് കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന, ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ഡയോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞാൽ ഏത് ഡിവൈസിലാണോ DC ഉപയോഗിക്കുന്നത് ആ ഡിവൈസാണ് ഈ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്ക്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് AC വോൾട്ടേജ്. ഓക്കെ, ഈ ഇൻപുട്ട് AC വോൾട്ടേജ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നോക്ക്, A എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ നമ്മളിവിടെ വോൾട്ടേജ് അറ്റ് A എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആകുമ്പോൾ, വോൾട്ടേജ് പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് ഇതിന് അക്രോസ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് വരും, Aയും Bയും. ഓക്കെ, അപ്പോൾ Aയിൽ പോസിറ്റീവ് ഭാഗം വരുന്ന സമയത്ത്, അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വരുന്ന സമയത്ത് ഡയോഡ് എന്ത് ബയാസിൽ വരിക, ഫോർവേഡ് ബയാസ്. കാരണം ഡയോഡിൻ്റെ P കണക്റ്റഡ് ടു P അങ്ങോട്ടേക്ക് പോകും, പോസിറ്റീവിൻ്റെ അടുത്തേക്കല്ലേ, N ലോവർ പൊട്ടൻഷ്യലിലേക്കല്ല. ഇപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസിലാവും, ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൂടെ ഇങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലോഡിന് അക്രോസ് നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ ഒരു വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഉണ്ടായിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. ഇനി രണ്ടാമത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, ഏലുള്ള വോൾട്ടേജ് നെഗറ്റീവ് വരുന്ന സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസിലാവും. ഡയോഡ് റിവേഴ്സ് ബയാസിലാവുമ്പോൾ ഡയോഡ് വർക്ക് ചെയ്യൂല, ഡയോഡ് എന്ത് ചെയ്യും, അവിടെ ഓഫ് ആയിട്ട് നിൽക്കും. അതിനർത്ഥം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവില്ല. സോ ആ സമയത്ത് നമുക്ക് ഒന്നും കിട്ടില്ല, കാര്യമായിട്ട് സീറോ വോൾട്ടേജ് ആണ് കാണിക്കുക. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് വീണ്ടും ഡയോഡ് ഫോർവേഡ് ബയാസിലായി, ഡയോഡ് ഓൺ ആയി. ആ സമയത്ത് ഡയോഡിന് അക്രോസ് ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്യും, അതേ കറണ്ട് ഇതിലൂടെ പോകും, ഈ ലോഡിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ലോഡിൻ്റെ അക്രോസ് നമുക്ക് എന്ത് ചെയ്യും, അതേ പൊട്ടൻഷ്യൽ കിട്ടും, വോൾട്ടേജ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, DC ആക്കി മാറ്റുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത് DC എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്നത്, ലോഡിന് അക്രോസ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതാ പോസിറ്റീവ് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റെക്ടിഫൈ ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നുള്ളൂ, DC ആക്കി മാറ്റുന്നുള്ളൂ. അതുകൊണ്ട് അതിന് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ അതൊരു സിംഗിൾ ഡയോഡാണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുക. ഇനി ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പിൾസ് എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലാക്കുന്ന സംഗതി, ഇതിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾസ്. അതേസമയം ഇവിടെ ഈ ACൻ്റെ ഒരു വേവ് ആണിത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റിപ്പിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് AC ഫ്രീക്വൻസി. ഇൻപുട്ട് AC ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി എന്താണ്, സെയിം ആണ്. എന്തിൻ്റെ കേസിൽ, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ. ഇനി നോക്കുക, ഫുൾ വേവ് റെക്ടിഫയർ. എന്താ ഫുൾ വേവ് റെക്ടിഫയർ? ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ റെക്ടിഫൈ ചെയ്യുന്നുള്ളൂ. ഇനി കംപ്ലീറ്റ് സൈക്കിളുകളും, അതായത് ഫുൾ സൈക്കിൾ അല്ലെങ്കിൽ ഫുൾ ACനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കാം. ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് രണ്ട് ഡയോഡുകൾ ഉപയോഗിക്കുന്നത്, D1 ആൻഡ് D2. ശ്രദ്ധിക്കുക, കണക്ഷൻ ഇങ്ങനെയുള്ളത്, യു ഹാവ് അഗെയിൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു പോയിന്റിൽ നമ്മൾ D1 എന്ന് പറയുന്ന ഡയോഡ് കണക്ട് ചെയ്യുന്നു, വേറൊരു എൻഡിൽ നമ്മൾ D2 എന്ന് പറയുന്ന ഡയോഡ് കണക്ട് ചെയ്യുന്നു. രണ്ടും കൂടി ഷോർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയുടെ സെൻറ്റർ നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ സെൻറ്റർ ടാപ്ഡ് പിന്നെ ഫുൾ വേവ് റെക്ടിഫയർ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ലോഡിന് അക്രോസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇൻപുട്ട് ഇതാ ഈ AB അക്രോസ് ഉണ്ടാവുക. നോക്കാം, A എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന പിന്നെ AC വോൾട്ടേജ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ Aയിൽ പോസിറ്റീവ് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് D1 എന്ന് പറയുന്ന ഡയോഡ് എന്താകും, ഫോർവേഡ് ബയാസിലാവും. അപ്പോൾ A പോസിറ്റീവ് വരുന്ന സമയത്ത് D1 ഫോർവേഡ് ബയാസിലാവും. A പോസിറ്റീവ് ആകുമ്പോൾ B വശം എന്താ വരിക നോക്കി, A പോസിറ്റീവ് ആകുമ്പോൾ B നെഗറ്റീവ് അല്ലേ. അപ്പോൾ B നെഗറ്റീവ് ആകുമ്പോൾ D2 എന്ന് പറയുന്ന ഡയോഡ് എന്ത് ബയാസിലാണ് വരിക, റിവേഴ്സ് ബയാസ്. കാരണം D2ൻ്റെ P എങ്ങോട്ടേക്ക് പോകുന്നത്, നെഗറ്റീവിലേക്കാണ്. ഇപ്പോൾ D2 വർക്ക് ചെയ്യുള്ളൂ, D1 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഫസ്റ്റത്തെ ഹാഫ് സൈക്കിൾ. അപ്പോൾ D1 വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് പാസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരില്ല, പകരം കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പാസ് ചെയ്യും.
എന്നാൽ ലോഡിന് അക്രോസ് എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യും. ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ലോഡിന് അക്രോസ് നമുക്കൊരു വോൾട്ടേജ് കിട്ടും. ഏത് വോൾട്ടേജ്? ഈ D1 എന്താണോ വോൾട്ടേജ് എങ്കിൽ ഈ എയിലുള്ള വോൾട്ടേജിനാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ ബി പോസിറ്റീവ് ആയിട്ടുണ്ടാവും, അതേസമയം എ എന്തായിട്ടുണ്ടാവും? നെഗറ്റീവ് ആയിട്ടുണ്ടാവും. ബി പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഡയോഡ് D2 എന്തായിരിക്കും? വർക്കിംഗ് ആയിരിക്കും. അതേസമയം എ നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് D1 എന്താണ്? വർക്കിംഗ് അല്ല, D2 വർക്കിംഗ്. അപ്പോൾ D2 ഇതെന്ത് ചെയ്യും? ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. അപ്പോഴും ഈ റെസിസ്റ്ററിന്റെ മുകളിൽ കൂടി പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ഹാഫ് സൈക്കിൾ നമുക്ക് റെക്ടിഫൈ ചെയ്ത് കിട്ടും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും റെക്ടിഫൈ ചെയ്ത് കിട്ടും. എങ്ങനെയാണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന്, അപ്പോൾ ഏതൊക്കെ രണ്ട് ഡയോഡുകളാണ്? D1 വേണം, D2 ആണ്. D1 ഫോർവേഡ് ആകുമ്പോൾ D2 റിവേഴ്സ് ആയിരിക്കും, D2 ഫോർവേഡ് ആകുമ്പോൾ D1 എന്തായിരിക്കും? റിവേഴ്സ് ബയാസിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ D1 കാരണം ഫസ്റ്റത്തെ ഹാഫ് സൈക്കിൾ, D2 കാരണം അടുത്ത ഹാഫ് സൈക്കിൾ, അങ്ങനെ കിട്ടും. ഇനി ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസിന്റെ ടൈമിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ പ്രത്യേകത ഇൻപുട്ട് AC ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇത് ഒരു ഇൻപുട്ട് AC സൈക്കിളാണ്. ഇവിടെ എത്ര റിപ്പിളുകൾ ഫോം ചെയ്യുന്നുണ്ട്? ഒരു സൈക്കിളൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര റിപ്പിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? 2 റിപ്പിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻപുട്ട് AC ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. 2 ഇൻറ്റു ഇൻപുട്ട് AC ഫ്രീക്വൻസി. ഇൻപുട്ട് AC ഫ്രീക്വൻസിന് ഡബിൾ ആണ് ഔട്ട്പുട്ട് റിപ്പിൾ ഫ്രീക്വൻസി വരിക. ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് DC കിട്ടിയിട്ടുണ്ട്. പക്ഷേ DC വോൾട്ടേജിന്റെ പ്രത്യേകത ഒരു പൾസേറ്റിംഗ് DC ആണ്. എന്നാൽ വോൾട്ടേജ് തന്നെ കൂടി കുറഞ്ഞ് ഇങ്ങനത്തെ ഒരു DC ആണ് നമുക്ക് കിട്ടിയത്. അതിന് പകരം ഒരു സ്റ്റഡി DC, ഇങ്ങനെ ഒരു സ്റ്റഡി DC കിട്ടണമെന്ന് വിചാരിച്ചോ. അങ്ങനെ സ്റ്റഡി DC കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെക്ടിഫയർ ഇതാണെന്ന് വിചാരിച്ചു. ഓക്കെ. ഈ റെക്ടിഫയറിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഇല്ലേ, ലോഡ് റെസിസ്റ്റർ RL ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഡയോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഡയോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. RL, ഈ RLന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരലായിട്ട് എന്ത് കണക്ട് ചെയ്യുക? ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നവരാണ് ഫിൽറ്റർ സർക്യൂട്ട്. ഇങ്ങനെ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ എന്ത് കിട്ടും? ഒരു DC കിട്ടും. വലിയ ഫ്ലക്ച്വേഷൻ. നമുക്ക് ശരിക്കും നേരത്തെ ഇപ്പോൾ കിട്ടിയത് ഇങ്ങനത്തെ ഒരു DC അല്ലേ കിട്ടിയത് അല്ലേ? ഇതിന് പകരം ഒരു എന്ത് കിട്ടുന്ന ഒരു വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാത്ത ഒരു എന്ത് കിട്ടും? DC കിട്ടും. ഇങ്ങനത്തെ ഒരു DC കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു DC കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഒരു കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം. എന്തിന് പാരലായിട്ട്? ലോഡിന് പാരലായിട്ട് കണക്ട് ചെയ്യണം. അഥവാ ഒരു ഫിൽട്ടർ സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നർത്ഥം. നോക്കുക, വേറെ കുറച്ച് സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളുണ്ട്, ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെനർ ഡയോഡാണ്. അതായത് ഡിഫറെൻറ്റ് രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ഡയോഡുകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഫസ്റ്റത്തെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് സെനർ ഡയോഡ്. ഈ സെനർ ഡയോഡിൻ്റെ സിമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെനർ ഡയോഡിൻ്റെ സിമ്പിൾ സാധാരണ ഡയോഡിൻ്റെ സിമ്പിൾ പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇതാണ് സെനർ ഡയോഡിൻ്റെ സിമ്പിൾ. ഇപ്പോൾ സെനർ ഡയോഡ് എന്തിനാ നോക്കിയേ? ഇത് എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? എങ്ങനെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്? എവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യിക്കുന്ന ഡയോഡാണ്. അതിന് ഏത് റീജിയല്ല? ബ്രേക്ക് ഡൗൺ റീജിയല്ല, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് ശേഷം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ, ഈ കാണുന്നത് അല്ലേ, ഈ വോൾട്ടേജ്. ഇതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ ഒരു റീജിയനിലാണ് നമ്മൾ എന്തിനാ വർക്ക് ചെയ്യിക്കുന്നത്? ആക്ച്വലി ഈ പറഞ്ഞ സെനർ ഡയോഡിനെ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾട്ടേജിലായിരിക്കും ഇത് വർക്ക് ചെയ്യാന്നർത്ഥം. നോക്കുക, അങ്ങനെ വർക്ക് ചെയ്ത് ഡാമേജ് ആവില്ല. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്, വെരി തിൻ ഡിപ്ലീഷൻ റീജിയൻ ആണ്. പിന്നെ എക്സ്ട്രീംലി ഹൈ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദ ജംഗ്ഷൻ ഈവൻ ഫോർ എ സ്മോൾ റിവേഴ്സ് വോൾട്ടേജ്. ഒരു ചെറിയ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്താൽ തന്നെ വളരെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും, അക്രോസ് ദ ജംഗ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്തെന്നറിയോ? ഡയോഡ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് ഫോർ എക്സാമ്പിൾ P റീജിയൻ ആണ്. ഇതെന്താണ്? N റീജിയൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഡയോഡിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ബയസിലുള്ള P കണക്റ്റഡ് ടു N അല്ലെങ്കിൽ N കണക്റ്റഡ് ടു ഹയർ പൊട്ടൻഷ്യൽ, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞത് ഇവിടെ വളരെ വലിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ അങ്ങോട്ട് N-ൽ നിന്ന് P-ലേക്ക് ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഇപ്പോൾ വളരെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഡോപ്പിംഗ് വളരെ കൂടുതലാണ്, കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ശരിക്കും എന്തുണ്ട്? ഇത് കുറേ സിലിക്കൺ ആറ്റംസ് ഇല്ലേ ഇവിടെ ശരിക്കും? ഈ സിലിക്കൺ ആറ്റത്തിന് ചുറ്റൊക്കെ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ സിലിക്കൺ ആറ്റത്തിന് ചുറ്റുള്ള ഇലക്ട്രോൺസിന് അഥവാ ഹോസ്റ്റ് ആറ്റത്തിന്റെ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്ന അറിയും? ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ നിന്ന് വലിച്ചെടുക്കും, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഫീൽഡ് എമിഷൻ അല്ലെങ്കിൽ ഫീൽഡ് അയണൈസേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഈ VZ അഥവാ ഈ പറഞ്ഞൊരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഹൈ കറണ്ട് പാസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ഫീൽഡ് എമിഷൻ ആണ് അല്ലെങ്കിൽ ഫീൽഡ് അയണൈസേഷൻ ആണ്. എന്താ ഫീൽഡ് അയണൈസേഷൻ? ഈ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ജംഗ്ഷൻ കാരണം പിന്നെ P റീജിയനിലുള്ള ഹോസ്റ്റ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുൾ ഔട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് എത്തിക്കുന്നത്? N റീജിയനിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ജംഗ്ഷൻ അക്രോസ് എന്ത് ചെയ്യും? വളരെ വലിയൊരു കറണ്ട് അവിടെ പാസ് ചെയ്യും. ഓക്കെ,
ഇനി ഇത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ പിന്നെ ജനറൽ ഡയോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട റിവേഴ്സ് ബയാസിൽ ഈ ഒരു വോൾട്ടേജ് VZ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ ജനറൽ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ജനറൽ വോൾട്ടേജിൻ്റെ പ്രത്യേകത ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് നല്ലോണം കൂടുന്നുണ്ട് ആക്ച്വലി. പക്ഷേ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഓൾമോസ്റ്റ് എന്തായിട്ട് നിൽക്കുന്നുണ്ട്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇതിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. എന്താ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡിവൈസിന് താങ്ങാൻ പറ്റുന്ന പരമാവധി വോൾട്ടേജ് 50 വോൾട്ടാന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ മെയിൻ സപ്ലൈയിൽ 50നേക്കാളും വലിയൊരു വോൾട്ടേജ് വരികയാണെങ്കിൽ ആ ഡിവൈസ് എന്ത് ചെയ്യും? ഡാമേജ് ആവും. അപ്പോൾ ആ ഡിവൈസിന് എത്ര വോൾട്ടേജ് കിട്ടാൻ പാടും? 50 വോൾട്ട് കിട്ടണം. ആ രീതിയിൽ ആ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്ടിഫയർ, പിന്നെ റെഗുലേറ്റർ എന്ന് വിളിക്കുക, വോൾട്ടേജ് റെഗുലേറ്റർ. അങ്ങനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിക്കൊണ്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ പറഞ്ഞത്, ഈ പറഞ്ഞ ജനറൽ ഡയോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോക്കിയത് എങ്ങനെയാണ് ഇതിൻ്റെ റെഗുലേഷൻ സർക്യൂട്ട് എങ്ങനെയാണ് നോക്കാം. വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. എന്ന് പറഞ്ഞാൽ നമ്മൾ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് സപ്ലൈ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലോഡ്. ഈ ലോഡിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കിട്ടേണ്ടത്. അതിനേക്കാളും കൂടുതൽ വോൾട്ടേജ് എന്ത് ചെയ്യരുത് അവിടെ കിട്ടരുത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ജനറൽ വോൾട്ടേജ് വരുന്ന അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുന്ന ഒരു ജനറൽ ഡയോഡിനെ പാരലായിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ ലോഡിനെ പാരലായിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ജനറൽ ഡയോഡിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ജനറൽ ഡയോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സീരീസ് റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഓക്കെ, ഒരു സീരീസ് റെസിസ്റ്റർ, ഒരു ജനറൽ ഡയോഡ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ലോഡിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ഡയോഡിനെ കണക്ട് ചെയ്യുക. ഇനി നോക്കുക, ഇതാണ് സർക്യൂട്ട്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് പിന്നെ ക്ലിയർ ആവും കാര്യങ്ങളൊന്നുകൂടെ. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. I എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് IL ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ലോഡിലൂടെയുള്ള കറണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതേപോലെ IZ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമുക്കിവിടെ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? I = IZ + IL. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ സർക്യൂട്ടാണ്, കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യൂല? ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് വല്ലാണ്ട് കൂടില്ല. കാരണം ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ഇവിടുത്തെ ഈ ജനറിന്റെ VZ ഈക്വൽ ആയിരിക്കും, അല്ലേ? ജനറിന്റെ VZ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജനറൽ ഡയോഡ് ഉപയോഗിക്കുന്ന അതിന്റെ VZ വാല്യൂ ഫോർ എക്സാമ്പിൾ 30 വോൾട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഇതിലൂടെ കറണ്ട് എത്ര കൂടിക്കഴിഞ്ഞാലും ഈ VZ വാല്യൂ മാറ്റം വരില്ല. കാരണം അക്കോർഡിംഗ് ടു ദിസ് ഫിഗർ നോക്കിയേ, VZ വാല്യൂ മാറില്ല. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് മാറുന്നില്ല? VZ മാറുന്നില്ല. അതുകൊണ്ട് ഈ ലോഡിന് അക്രോസ് എത്ര വോൾട്ടേജ് കിട്ടുള്ളൂ? ഈ പറഞ്ഞ VZ എന്നുള്ള വോൾട്ടേജ് എപ്പോഴും കിട്ടുള്ളൂ എന്നർത്ഥം. ഓക്കെ, രണ്ടാമത്തെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ്. പിന്നെ ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറയും. ഫോട്ടോ ഡയോഡ് അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഫോട്ടോ ഡയോഡ്. ശ്രദ്ധിക്കുക, അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയോഡ് തന്നെ, പക്ഷേ ഡയോഡിനകത്തേക്ക് എന്ത് വരുന്നുണ്ട്? ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? എന്നിട്ട് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാം. നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ പിന്നെ PN ജംഗ്ഷൻ ഡയോഡ് വിത്ത് ട്രാൻസ്പെറൻറ്റ് വിൻഡോ ടു അലോ ലൈറ്റ് ടു ഫോളോ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ഉണ്ടാവും. ഈ ട്രാൻസ്പെറൻറ്റ് വിൻഡോയിലാണ് എന്ത് ചെയ്യുക? ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുക. എന്നിട്ട് ഓപ്പറേറ്റഡ് അണ്ടർ റിവേഴ്സ്. പക്ഷേ ശ്രദ്ധിക്കുക, ജനറൽ ഡയോഡും അതേപോലെ തന്നെ ഫോട്ടോ ഡയോഡും വർക്ക് ചെയ്യുന്ന ഏത് ബയാസിലാണ്? റിവേഴ്സ് ബയാസിലാണ്. ദ ഫോട്ടോ ഡയോഡ് ഈസ് ഇല്ലുമിനേറ്റഡ് വിത്ത് ലൈറ്റ് with energy hν greater than the energy gap of the semiconductor, then the electron hole pair are generated due to absorption of photons. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ അതിനൊരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഒരു ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന അതിൻ്റെ എനർജി ഗ്രേറ്റർ ദാൻ ബാൻഡ് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ എനർജി ആർക്ക് കിട്ടും? ഇലക്ട്രോൺ കിട്ടി കഴിയും. വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺ കിട്ടും. ആ വാലൻസ് ബാൻഡിനകത്തുള്ള ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് നീങ്ങും? കണ്ടക്ഷൻ ബാൻഡിനകത്തേക്ക് നീങ്ങും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിനകത്ത് ഒരു ഇലക്ട്രോൺ വന്നു, വാലൻസ് ബാൻഡിനകത്തൊരു ഹോൾ വരും. ഇത് കാരണം എന്ത് ചെയ്യുന്നറിയോ? ഇതെവിടെ സംഭവിക്കാതെ ഈ ഡിപ്ലീഷൻ റീജിയൻ അടുത്താണ് എന്ത് ചെയ്യുക? ഇത് സംഭവിക്കുക. ഈ പറഞ്ഞ ഹോളും അതേപോലെ തന്നെ ഇലക്ട്രോണൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ട്രോണും ഉണ്ട്, ഹോളും ഉണ്ട്. നോക്കിയാൽ ഇത് N റീജിയനാണ്, P റീജിയനാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇത് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഇലക്ട്രോണും ഉണ്ടായിട്ടുണ്ട്, അതേപോലെ എന്തുണ്ടായിട്ടുണ്ട്? ഹോൾസും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. ഈ ഹോൾ എങ്ങോട്ടേക്ക് നീങ്ങുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് നീങ്ങും. ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നീങ്ങും. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ എങ്ങനെ ഉണ്ടായത്? hν എന്ന് പറഞ്ഞ എനർജി വന്നിട്ട് ഹിറ്റ് ചെയ്യുന്നതാണ്. ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടായി. ആ ഇലക്ട്രോൺ ഹോൾ പെയർ ഇലക്ട്രിക് ഫീൽഡ് കാരണം രണ്ട് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? N റീജിയനിലും P റീജിയനിലേക്ക് എന്ത് ചെയ്യും? നീങ്ങുന്നു. അപ്പോൾ ഇതിലൂടെ എന്ത് ഉണ്ടാവും? നമുക്ക് ഈ മൈക്രോമീറ്ററിനകത്ത് എന്ത് കാണാൻ പറ്റും? ഒരു കറണ്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുന്ന റിവേഴ്സ് ബയാസിലായതുകൊണ്ട് തന്നെ ഇതിന്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിന്റെ ഫോർവേഡ് പിന്നെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുകയാണെങ്കിൽ എവിടെ വരിക? റിവേഴ്സ് പിന്നെ തേർഡ് ക്വാഡ്രന്റിലാണ് വരിക. ഇനി എന്താണ് ഈ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്നിലധികം വരച്ചിട്ടുണ്ട്. സപ്പോസ് ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇന്റൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറേ
ഇൻറ്റൻസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറേ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പിന്നെ ഇലക്ട്രോണും ഹോളും ഉണ്ടാവും. അല്ല, ഇലക്ട്രോൺ ഹോൾ പെയർ ഒരുപാട് എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ വാല്യൂ കൂടൂലേ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I4 ആണ് ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതലാണെങ്കിൽ അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന കറണ്ടും എന്തായിരിക്കും നോക്കിയാൽ വളരെ കൂടുതലാണ്, റിവേഴ്സ് കറണ്ട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്തിനകത്തുള്ളത്, ഫോട്ടോ ഡയോഡിനകത്തുള്ളത്. ഫോട്ടോ ഡയോഡ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡയോഡാണ് ആക്ച്വലി ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഇത് പിന്നെ ഫോർവേഡ് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിൽ ഒരു ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്, ഹെവിലി ഡോപ്ഡ് ഡയോഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ സൈനർ ഡയോഡും ഫോട്ടോ ഡയോഡും റിവേഴ്സ് ബയാസിലാണെങ്കിൽ LED വർക്ക് ചെയ്യുന്നത് പിന്നെ എന്തിനാണ്, ഫോർവേഡ് ബയാസിലാണ്. മാത്രമല്ല ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡാണ് പിന്നെ LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഫോട്ടോ ഡയോഡിന് അടുത്ത് കണ്ട ഏകദേശം അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഒരു കാര്യമുണ്ട്, LED സിമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഡയോഡ് ഇവിടുന്ന് ലൈറ്റ് പുറത്തേക്കാണ് എമിറ്റ് ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഡയോഡാണ്. ഫോട്ടോ ഡയോഡിനകത്ത് ലൈറ്റ് അതിനകത്തേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയതാ, ഈ കാണുന്ന രീതിയിൽ എന്തുണ്ട്, നമ്മളെ ജംഗ്ഷനൊക്കെ ഉണ്ട്. ഇത് പിന്നെ P റീജിയൻ, ഇത് N റീജിയൻ എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഇതിന് ഫോർവേഡ് ബയാസിലാണ് പറയുന്നത്. P പോസിറ്റീവ് ആൻഡ് N നെഗറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ P റീജിയന്ന് കുറേ ഹോൾസുകൾ ഇങ്ങോട്ടേക്ക് വരും അല്ലേ. അതേപോലെ N റീജിയന്ന് കുറേ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും. ഇവിടേക്ക് P റീജിയനിലേക്ക് കുറേ ഇലക്ട്രോൺസ് വരും. ഓക്കെ, അതായത് ഡിഫ്യൂഷൻ കാരണം ഹെവിലി ഡോപ്ഡാണ്. ഫോർവേഡ് ബയാസിലാകുമ്പോൾ N റീജിയന്ന് ഇലക്ട്രോൺസ് P റീജിയനിലേക്കും P റീജിയന്ന് ഹോൾസ് N റീജിയനിലേക്കും പോകും. ഇനി ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഈ N റീജിയനിലുള്ള മറ്റ് ഇലക്ട്രോണുകളുമായിട്ട് എന്ത് ചെയ്യും, ഈ ഹോള് റീകമ്പൈൻ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുക, ഹോളുമായിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യും. എന്നാൽ N റീജിയനിൽ നിന്ന് P റീജിയനിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസ് അവിടുത്തെ ഹോളുകളുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. P റീജിയനിൽ നിന്ന് ഹോൾസ് N റീജിയനിലേക്ക് എത്തും. അവർ ആ N റീജിയനിലെ ഇലക്ട്രോൺസുമായിട്ട് എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ നടക്കും. ഈ റീകോമ്പിനേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എത്താണ് ആക്ച്വലി, പിന്നെ ഹോൾസിലേക്ക് എത്തില്ലേ, വാലൻസ് ബാൻഡിലേക്ക് എത്തില്ലേ. അപ്പോൾ ഇലക്ട്രോൺ കൊണ്ട് ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എനർജി എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അഥവാ എനർജി എന്തിൻ്റെ ഫോമിൽ വരിക, ലൈറ്റിൻ്റെ ഫോമിൽ എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഫോട്ടോ ഡയോഡിനകത്ത് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ കമ്പൈൻ ചെയ്തിട്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്ത് LED-കകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്ന പോയിന്റുകൾ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഫോർവേഡ് ബയാസിലാണ് കണക്ട് ചെയ്യുന്നത്, ഹെവിലി ഡോപ്ഡ് ഡയോഡാണ് അല്ലേ, റീകോമ്പിനേഷൻ ആണ് നടക്കുക. ലൈറ്റ് വന്നിട്ട് പിന്നെ ഇലക്ട്രോൺ ഹോൾ പെയർ റീകോമ്പൈൻ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് ലാസ്റ്റ് ഉള്ള സ്പെഷ്യൽ പർപ്പസ് ഡയോഡാണ് സോളാർ സെല്ല്. ശ്രദ്ധിക്കുക, സോളാർ സെല്ല് ബേസിക്കലി ഒരു പിന്നെ കറണ്ട് ഗിവിങ് കറണ്ട് തരുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ സോളാർ സെല്ല് ശ്രദ്ധിക്കേണ്ടതാണ്, സോളാർ സെല്ലിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കണം. ഡിപ്ലീഷൻ റീജിയനിലേക്ക് എന്ത് വന്നിട്ട് ഹിറ്റ് ചെയ്യണം, ലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യണം. ഇതാ ഇവിടേക്ക് വന്നിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ ഫോട്ടോ ഡയോഡിനകത്ത് കണ്ട പോലെ തന്നെ എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും, അതേപോലെ ഹോൾസും ഉണ്ടാവും. ഈ ഹോൾസ് ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന അറിയോ, ഇലക്ട്രോൺസ് ഇങ്ങനെ N റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും, ഹോൾസ് ഇങ്ങനെ P റീജിയൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഈ P റീജിയൻ്റെ അടുത്ത് എന്തിനെ കളക്ട് ചെയ്യും, ഈ പരമാവധി ഹോൾസുകളെ കളക്ട് ചെയ്ത് വെക്കും. N റീജിയൻ്റെ അവിടെ എന്ത് ചെയ്യും, പരമാവധി ഇലക്ട്രോൺസുകളെ കളക്ട് ചെയ്ത് വെക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവും, അതൊരു സെല്ലായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ വയറിലൂടെ എന്ത് പാസ് ചെയ്യും, കറണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതിൻ്റെ ഡിസൈൻ ഫിഗർ ഇവിടെ ഉണ്ട് നോക്കിയേ. നമ്മുടെ കയ്യിലൊരു ഒരു സിലിക്കൺ പിന്നെ ക്രിസ്റ്റൽ എടുക്കുക, അതിൻ്റെ ഒരു P ടൈപ്പ് ക്രിസ്റ്റൽ എടുക്കുക. അതാണ് P ടൈപ്പ് ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്, P ടൈപ്പ് സിലിക്കൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ആ P ടൈപ്പ് സിലിക്കൺ മെറ്റീരിയലിൻ്റെ മുകൾ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, ചെറിയൊരു N ടൈപ്പ് ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യുക. അങ്ങനെ N ടൈപ്പ് മുകളിലുണ്ട്. ഓക്കെ, Pയും N ആയി. പക്ഷേ ഈ N പിന്നെ ടൈപ്പ് ഇല്ലേ, ഇതിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും, വളരെ ചെറിയ തിക്നെസ്സുള്ള ഒരു N റീജിയൻ ഉണ്ടാക്കി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ വിസിബിൾ ആവാൻ വേണ്ടി ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യും. ലൈറ്റ് ഇങ്ങോട്ടേക്കല്ല, ഈ സർഫസിലേക്കല്ല ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ടേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നേരെ എങ്ങോട്ടേക്കാണ് വീഴത്, പിന്നെ ഡിപ്ലീഷൻ റീജിയനിലേക്ക് വീഴുന്ന പോലെ ആവാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ള ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഓക്കെ, അത് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഇനി താഴെ എന്തുണ്ടെന്ന് അറിയോ, P റീജിയൻ്റെ താഴെ വി ഹാവ് എ മെറ്റാലിക് കോണ്ടാക്ട്. ഓക്കെ, ഇവിടെ ഒരു മെറ്റാലിക് കോണ്ടാക്ട് ഇങ്ങനെ കാണാൻ പറ്റും, ബാക്ക് കോണ്ടാക്ട്. അതേപോലെ N റീജിയൻ്റെ മുകളിൽ എന്തുണ്ട്, ഇതേപോലെ ഫിംഗർ ഇലക്ട്രോഡുകളുണ്ട്. ഓക്കെ, മെറ്റലൈസ്ഡ് ഫിംഗർ ഇലക്ട്രോഡ് എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ പിന്നെ ഡിപ്ലീഷൻ റീജിയനിൽ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ആര് കളക്ട് ചെയ്യും? ഈ ഫിംഗർ ഇലക്ട്രോഡ് കളക്ട് ചെയ്യും. ഹോൾസിന് ഈ ബാക്ക് കോണ്ടാക്ട് കളക്ട് ചെയ്യും. എന്നിട്ട് സപ്പോസ് ഇതിന് നമ്മളൊരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വയറിലൂടെ എന്ത് പാസ് ചെയ്യും? ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്യും നടത്തും. അപ്പോൾ ഇതാണ് സോളാർ സെല്ല്. നമ്മൾ ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾ സോളാർ പാനലുകൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് സോളാർ സെല്ല് അടുക്കി വെച്ചിട്ടാണ് എന്തുണ്ടാക്കുക? ഒരു സോളാർ പാനലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ സോളാർ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. 4th ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. എന്താണ് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് 4th ക്വാഡ്രന്റിൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടാവുക. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സോളാർ സെല്ല് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്തുള്ള വോൾട്ടേജ് ആണ് ഇത്. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന മാക്സിമം കറണ്ട് ആണത് ISC, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ 4 സ്പെഷ്യൽ പർപ്പസ് ഡയോഡുകളാണ്. ഒന്ന് സെനർ ഡയോഡ്, വേറൊന്ന് ഫോട്ടോ ഡയോഡ്, മറ്റൊന്ന് LED, വേറൊന്ന് സോളാർ സെല്ല്. ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം? ഏത് ബയാസിലാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഹെവിലി ഡോപ്ഡ് ആണോ ലൈറ്റ്ലി ഡോപ്ഡ് ആണോ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, സിമ്പിൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നോക്കുക ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് when added as an impurity into the silicon produces n-type semiconductor എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്തേക്ക് ഒരു സിലിക്കണിനകത്തേക്ക് ഇതിനകത്ത് ആര് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് n-type സെമികണ്ടക്ടിങ് മെറ്റീരിയൽ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ബോറോൺ നിങ്ങൾക്ക് n-type കിട്ടണമെങ്കിൽ പെൻഡാവാലന്റ് ആറ്റത്തിന് ആഡ് ചെയ്യണം. ഇതിനകത്ത് ബോറോൺ 13th ഗ്രൂപ്പാണ്, കാര്യമില്ല, p-type കിട്ടുക. അലൂമിനിയം 13th ഗ്രൂപ്പാണ്, മഗ്നീഷ്യം അല്ല. പിന്നെ എന്താ ഉണ്ടാവുക? ഫോസ്ഫറസ് അല്ല 15th ഗ്രൂപ്പ്, പെൻഡാവാലന്റ് ആറ്റം. അപ്പോൾ ഫോസ്ഫറസിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പിന്നെ n-type സെമി കണ്ടക്ടർ കിട്ടും. അപ്പോൾ ആൻസർ ചെയ്ത് വരിക ഫോസ്ഫറസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ പ്യൂർ സിലിക്കൺ at 500 Kelvin has equal number of electrons and holes concentration of 1.5 × 10⁻16 m⁻³ എന്നാണ്. പ്യൂർ സിലിക്കൺ എന്ന് പറയുമ്പോൾ ഇൻട്രിൻസിക് സിലിക്കൺ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. അതിൻ്റെ പിന്നെ കോൺസെൻട്രേഷൻ, ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ് 1.5 × 10⁻16 m⁻³ ഇനി ഡോപ്പിംഗ് ബൈ ഇൻഡിയം നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ്? 13th ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഡോപ്പിംഗ് ബൈ ഇൻഡിയം ഇൻക്രീസസ് NH ഹോൾ കോൺസെൻട്രേഷൻ ടു 4.5 × 10⁻22 m⁻³ ദ ഡോപ്ഡ് സെമി കണ്ടക്ടർ ഈസ് ഓഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സെമി കണ്ടക്ടർ ഉണ്ടാവും? കാരണം ഇന്ത്യൻ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ p-type ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ സിയോ ആണ് വരിക. ഇനി വേറെ ഒന്നും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനകത്ത് NE ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെ വാല്യൂസ് കൊടുത്താണ്ടില്ല നിങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് കാണണം? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം, ഇത് ഇൻട്രിൻസിക് ആയി നിൽക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ 1.5 × 10⁻16 m⁻³ ആണ്. ഇതിനെ p-type ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ NHൻ്റെ വാല്യൂ ഇതിനെ p-type ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ p-type ആക്കിയപ്പോൾ NHൻ്റെ വാല്യൂ p-type ആയിട്ട് മാറിയിട്ടുണ്ട്. p-type ആയിട്ട് മാറിയപ്പോൾ NHൻ്റെ വാല്യൂ എത്ര എന്നാണ് പറഞ്ഞത്? 4.5 × 10⁻22 m⁻³ നമ്മൾ നേരത്തെ പറഞ്ഞു p-type ആക്കിയാലും n-type ആക്കിയാലും ഏത് റിലേഷൻ വാലിഡ് ആണ്? NE × NH ചെയ്ത് കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം? ni² ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഈ കണ്ടൂടെ NE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ni² ഡിവൈഡഡ് ബൈ NH എന്ന് എഴുതാം. ni² എന്ന് പറയുമ്പോൾ 1.5 × 1.5 × 10⁻16 ഡബിൾ 10⁻32 ഡിവൈഡഡ് ബൈ NHൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ലേ? 4.5 × 10⁻22 യു വിൽ ഗെറ്റ് 10⁻10 1.5 / 4.5 1/3 1.5 / 3.5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 5 × 10⁻9 m⁻³ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? എ ആണ്. അപ്പോൾ ആ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണെന്ന് അർത്ഥം. NE NH = ni². ഇത് വെച്ചിട്ട് ക്വസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്, കാണാറുണ്ട്. ഓക്കെ, നോക്കുക, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റൻ നോക്കാം നമുക്ക്. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റെപ്രസെന്റ് എ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ്? ഇതിനകത്ത് ഏതാണ് ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് എന്നുള്ളതാണ്. നോക്കുക, ഫസ്റ്റത്തെ കേസിൽ ഫോർവേഡ് ബയസ് ആണെങ്കിൽ P റീജിയൻ കണക്റ്റഡ് ടു ഹയർ പൊട്ടൻഷ്യലും N റീജിയൻ കണക്റ്റഡ് ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കണം. നോക്കുക, ഇതിനകത്ത് ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ P റീജിയൻ കണക്റ്റഡ് ടു -4 ആണ് അല്ലേ, N റീജിയൻ കണക്റ്റഡ് ടു -3 ആണ്. -4 ചെറുത് -3 കൂടുതലല്ല. അപ്പോൾ ഇതെന്ത് ബയാസിലാണ് കിടക്കുന്നത്? റിവേഴ്സ് ബയാസിലാണ്. കാരണം -4 കുറവാണ്, -3 കൂടുതലാണ് -4 അപേക്ഷിച്ച്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ P റീജിയൻ കണക്റ്റഡ് ടു -2, അതേസമയം N റീജിയൻ കണക്റ്റഡ് ടു +2. അപ്പോൾ N റീജിയൻ ഹയർ പൊട്ടൻഷ്യലും P റീജിയൻ ലോവർ പൊട്ടൻഷ്യലുമാണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? റിവേഴ്സ് ബയാസിലാണ്. ഇനി 3 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ P റീജിയൻ 3 വോൾട്ട്, N റീജിയൻ 5 വോൾട്ട്, അഗെയിൻ റിവേഴ്സ് ബയാസിലാണ്. ഓപ്ഷൻ ഡി നോക്കിയാൽ P റീജിയൻ 0 വോൾട്ടിൽ N റീജിയൻ -2 വോൾട്ട്. അപ്പോൾ 0 അപേക്ഷിച്ച് -2 കുറവല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഡി എന്താണ്? പിന്നെ റിവേഴ്സ് ബയാസിലാണ്. ഫൈൻ. സോ ഓപ്ഷൻ ഏതാ? ഡി ഫോർവേഡ് ബയാസിലാണ്. സോ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആണ്.
ഓക്കെ, ശ്രദ്ധിക്കുക. പി റീജിയൻ കണക്റ്റഡ് ടു 0 വോൾട്ട്, എൻ റീജിയൻ കണക്ട് -2. ഇപ്പോൾ 0 അപേക്ഷിച്ച് -2 കുറവല്ലേ? അപ്പോൾ എൻ റീജിയൻ ലോവർ പൊട്ടൻഷ്യലും പി റീജിയൻ ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് എന്ത് ബയാസിലാണത്? ഫോർവേഡ് ബയാസിലാണ്. നീറ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കുക. ഇൻ ദ ഫോളോവിങ് ഫിഗർ ഡയോഡ് വിച്ച് ആർ ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇതിനകത്ത് ഏതൊക്കെ ഇപ്പോൾ നോക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ്. ഏതൊക്കെയാണ് ഫോർവേഡ് ബയാസ്, എന്താണ് റിവേഴ്സ് ബയാസ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഈ ചാപ്റ്ററിനകത്ത് വരിക. ഓക്കെ, നോക്കുക. വിച്ച് ഓഫ് ഇൻ ദ ഫോളോവിങ് ഫിഗർ ഡയോഡ്സ് വിച്ച് ആർ ഫോർവേഡ് ബയാസിൽ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കിയാൽ വാല്യൂസ് ക്ലിയർ ആവുന്നതായിരിക്കുന്നു. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഡയോഡ് നോക്കിയാൽ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഡയോഡിന്റെ നെഗറ്റീവ് പോയത് +5 പോസിറ്റീവ് പോയത് 10 അതിനർത്ഥം പി ഹയർ പൊട്ടൻഷ്യലും എൻ ലോവർ പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് എ ഫോർവേഡ് ബയാസ് ആണ്. ബിന്റെ അവസ്ഥ, ബിന്റെ കേസിൽ ഡയോഡ് ഇത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഡയോഡിന്റെ പി റീജിയൻ കണക്റ്റഡ് ടു -10 ആണ്, എൻ റീജിയൻ കണക്റ്റഡ് ടു 0 ആണ്. അപ്പോൾ -10 അപേക്ഷിച്ച് 0 കൂടുതലാണ്. അപ്പോൾ പി റീജിയൻ ലോവർ പൊട്ടൻഷ്യലും എൻ റീജിയൻ ഹയർ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് റിവേഴ്സ് ബയാസ് ആണ്. ഓപ്ഷൻ സി നോക്കിയാൽ എൻ റീജിയൻ കണക്റ്റഡ് ടു -12, പി റീജിയൻ കണക്റ്റഡ് ടു -5 വിച്ച് ഇസ് ഇൻ ദ ഫോർവേഡ് ബയാസ്. ഓക്കെ, -12 അപേക്ഷിച്ച് 5 കൂടുതലല്ലേ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഡി നോക്കിക്കഴിഞ്ഞാൽ പി റീജിയൻ 0 എൻ റീജിയൻ +5 അത് റിവേഴ്സ് ബയാസിൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്താണ്? ഫോർവേഡ് ബയാസിലാണ്. അപ്പോൾ ഏതാ ആൻസർ വരും? ഓപ്ഷൻ സി. സി ആൻഡ് ഓക്കെ, ഫിഗർ എയും ഫിഗർ സിയും ഫോർവേഡ് ബയാസിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാ വരിക? സി ആണ്. സി ആൻഡ് എ. And one more question. Two ideal diodes are connected to a battery as shown in the circuit. The current supplied by the battery is. രണ്ട് ഐഡിയൽ ഡയോഡുകളാണ് കണക്റ്റഡ് ടു ബാറ്ററി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി, എത്രയാണ് കറണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡയോഡ് D1 ഡയോഡ് D2 നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡയോഡില്ലേ. D1 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയാസിൽ, കാരണം നോക്കി പി കണക്റ്റഡ് ടു ഹയർ പൊട്ടൻഷ്യലാണ്. അതേസമയം D2 എന്ന് പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ അതുകൊണ്ട് D2 ശരിക്കും ഇവിടെ എന്തില്ല, വർക്കിംഗ് അല്ല. ഏത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? D1 മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. D1 മാത്രമേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. ഏത് ഡയോഡ് മാത്രം മതി? D1 എന്ന് പറയുന്ന ഡയോഡ് മാത്രം മതി. ഓക്കെ, 5 വോൾട്ട്, ഇവിടെ എന്തുണ്ട്? റെസിസ്റ്റർ ഉണ്ട്. ഇങ്ങനെ വരക്കാം. എത്ര വോൾട്ട്? 5 വോൾട്ട് ആണ്. റെസിസ്റ്റർ 10 ഓം ആണ്. ഇവിടുത്തെ ഡയോഡ് D1 എന്ന് പറയുന്ന ഡയോഡ്. ഇത് മാത്രമേ ശരിക്കും സർക്യൂട്ട് ഉള്ളൂ, കാരണം D2 വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ പോരെ അല്ലേ? I = V/R ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് 5 ഡിവൈഡഡ് ബൈ 10 യു വിൽ ഗെറ്റ് 0.5 ആംപിയർ എന്നാണ് എന്ത് ആൻസർ വരിക? ഓപ്ഷൻ ഡി. റൈറ്റ്. ശ്രദ്ധിക്കുക, ഇതിനകത്തൊരു ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. അതങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. ആ ബ്രാഞ്ച് അങ്ങോട്ട് ഒഴിവാക്കുക. ബാക്കി എന്ത് ചെയ്യുക? D1, കാരണം ഇതിലൂടെ കറണ്ട് എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ബ്രാഞ്ച് ഒഴിവാക്കുക. ബാക്കി മാത്രം വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ ഓംസ് ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് കാണാൻ പറ്റും. ആൻഡ് you have another question. In the given figure, a diode D is connected to an external resistance R equal to 100 ohm and an EMF of 3.5 volt. If the barrier potential developed across the diode is 0.5 volt, the current in the circuit will be. നോക്കുക, diode D is connected to an external resistance 100 ohm എന്ന് പറഞ്ഞാൽ ഇതാണ് റെസിസ്റ്റൻസ്. 3.5 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് 3.5 വോൾട്ട് ആണ് കൊടുത്തത്. D1 എന്ന് പറയുന്ന ഡയോഡിന് അക്രോസ് ഉള്ള ബാരിയർ പൊട്ടൻഷ്യൽ 0.5 വോൾട്ട് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ബാരിയർ പൊട്ടൻഷ്യൽ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3.5 വോൾട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 0.5 വോൾട്ട് എവിടെ ഡ്രോപ്പ് ഉണ്ടാവും? ഈ ഡയോഡിനടുത്ത് ഡ്രോപ്പ് ഉണ്ടാവും. അങ്ങനെ 0.5 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ബാക്കി എത്ര ഇവിടെ കിട്ടുള്ളൂ? 3 വോൾട്ടാണ് ആർക്ക് കിട്ടുക? ഈ റെസിസ്റ്ററിന് അവിടെ ഡ്രോപ്പ് ബാക്കി എത്ര ഉണ്ടാവുക? 3 വോൾട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കറണ്ട് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ I = റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് അല്ലേ, ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററോട് പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R. എത്ര റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്? ഇവിടെ 3.5 കൊടുത്താൽ 0.5 ഇവിടെ ഡ്രോപ്പ് ആയി, ബാക്കി 3 വോൾട്ടാണ് റെസിസ്റ്ററിലുണ്ട്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 100 യു വിൽ ഗെറ്റ് 30 മില്ലി ആംപിയർ. അപ്പോൾ ഓപ്ഷൻ സി. ഈ ക്വസ്റ്റ്യന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ എത്ര എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ വാല്യൂ തന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ത് മൈനസ് ചെയ്യണം? ആ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് എവിടെ കിട്ടുള്ളൂ? ഈ പറഞ്ഞ റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, 30 മില്ലി ആംപിയർ. നോക്കുക, സെനർ ഡയോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെനർ ഡയോഡ് ഈസ് ഹാവിംഗ് ബ്രേക്ക്ഗ്രൗണ്ട് വോൾട്ടേജ് ഈക്വൽ ടു 15 വോൾട്ട്. ഓക്കെ, ഈസ് യൂസ്ഡ് ഇൻ എ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ. ദ കറണ്ട് ത്രൂ ദ ഡയോഡ് ഈസ്. അപ്പോൾ ഇതൊരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടാണ്. സെനർ ഡയോഡിന്റെ VZന്റെ വാല്യൂ 15 വോൾട്ടാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗർ കാണാൻ പറ്റും. 15 വോൾട്ടാണ്. ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്. സീരീസ് റെസിസ്റ്റൻസ് 250 ഓം ആണ്.
ഓക്കെ, ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്, 15 വോൾട്ട് ആണ് ജനറൽ വോൾട്ടേജ് VZ-ന്റെ വാല്യൂ. അപ്പോൾ 20 വോൾട്ട് ഇവിടെ കൊടുത്ത് ശരിക്കും കഴിഞ്ഞാൽ 20 വോൾട്ട് ശരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 20 വോൾട്ട് ആർക്ക് കിട്ടൂല? ലോഡിന് കിട്ടൂല. ലോഡിന് എത്ര വോൾട്ടേജ് ഉണ്ടാവുള്ളൂ? നോക്കി, ഈ ലോഡ് റെസിസ്റ്ററും ഈ ജനറൽ ഡയോഡും പാരലൽ അല്ലേ? അപ്പോൾ ജനറൽ ഡയോഡിന്റെ വോൾട്ടേജ് എത്രയാണോ, VZ എത്രയാണോ, അതേ വോൾട്ടേജ് തന്നെ ഇവിടെയും കിട്ടുക. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VL ഈക്വൽ എത്രയായിരിക്കും? 15 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ചോദിച്ചത് എന്താണെന്ന് അറിയോ? ചോദിച്ചത് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് ത്രൂ ദ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് I എന്ന് വിചാരിച്ചോ. ആ കറണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ലോഡ് കറണ്ട് IL ആയിട്ട് മാറും, ഇവിടെ എന്തായിട്ട് മാറും? IZ ആയിട്ട് മാറും. നമുക്ക് IZ ആണ് കണ്ടുപിടിക്കേണ്ടത്. IZ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? IL നിന്ന് IL മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതാ IZ ഈക്വൽ ടു, ഞാൻ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, IL നിന്ന് എന്ത് മൈനസ് ചെയ്യുക? IL. കാരണം ടോട്ടൽ കറണ്ട് I ആണ്, അതിൽ നിന്ന് IL ലോഡ് കറണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? IZ കിട്ടും. അപ്പോൾ I എത്ര നേരണം? IL എത്ര നേരണം? നമുക്ക് IL-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം കിട്ടുമല്ലോ. V ബൈ ലോഡ് എത്ര? 15 ഡിവൈഡഡ് ബൈ 1 കിലോ ഓം 10⁻³ എന്ന് പറയുമ്പോൾ 15 മില്ലി ആംപിയർ വരും. ഇനി വാട്ട് അബൌട്ട് വാല്യൂ ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇവിടുത്തെ വോൾട്ടേജ് ശ്രദ്ധിക്കുക, 15 വോൾട്ട് അല്ല 20 വോൾട്ടല്ലേ കൊടുത്തത്. 15 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആയില്ല, ബാക്കി എത്ര ഉണ്ടാവും? 5 വോൾട്ട് അല്ലേ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, 5 ഡിവൈഡഡ് ബൈ 250 യു വിൽ ഗെറ്റ്, പിന്നെ 5 ബൈ 250 1 ബൈ 20 മില്ലി ആംപിയർ കിട്ടും. 1 ബൈ 20 മില്ലി ആംപിയർ. അപ്പോൾ നോക്ക്, 20 മില്ലി ആംപിയർ ആണ് ഇവിടെ ഉണ്ടാവുക, ഈ I ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ IZ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക? 20 മില്ലി ആംപിയറിന് എത്ര മൈനസ് ചെയ്യുക? 15 മില്ലി ആംപിയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 5 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ കാണുമ്പോൾ ജനറൽ റെഗുലേറ്റർ സർക്യൂട്ടാണിത്, വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടാണ് അതിനകത്ത്. പക്ഷേ ജനറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. എന്താ കാണുന്നുള്ളൂ? ജനറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്ത് മൈനസ് ചെയ്യുന്നത്? ലോഡ് കറണ്ട് മൈനസ് ചെയ്യുക. ലോഡ് കറണ്ട് കാണാൻ ലോഡിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ജനറലിൻ്റെ അതേ വോൾട്ടേജിനാണ് ലോഡിന് അക്രോസ് വരിക. അപ്പോൾ അവിടുത്തെ IL കിട്ടി. അതേപോലെ തന്നെ പിന്നെ I കിട്ടും. ബാക്കി വോൾട്ടേജാണ് സീരീസ് റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുക. I കിട്ടി. ബാക്കി എന്ത് ചെയ്യാൻ പറ്റും? IZ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോ you have another question. An LED is constructed from a PN junction diode using gallium arsenide phosphide. ശ്രദ്ധിക്കട്ടോ, ഈ gallium arsenide phosphide ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ്. LED ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറാണ് ഇത്. The energy gap is 1.9 electron volt. The wavelength of the light emitted will be. എങ്ങനെ LED വർക്ക് ചെയ്യുക? LED എന്ന് പറഞ്ഞാൽ പിന്നെ ഇലക്ട്രോണും ഹോളും കൂടെ റീകമ്പൈൻ ചെയ്യുമ്പോഴല്ലേ പിന്നെ ലൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്യുന്നതാണ് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ എങ്ങോട്ട് എത്തണം? വാലൻസ് ബാൻഡിൽ ഹോൾസിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ ഇലക്ട്രോണും ഹോളിന് താഴേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി കുറയും. ആ കുറയുന്ന എനർജി എന്തായിട്ട് മാറുന്നതാണ്? ലൈറ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആ കുറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലായി? ബാൻഡ് ഗ്യാപ്പിന് ഈക്വൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് ചോദിച്ചത്, വാലൻസ് ബാൻഡ്. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് താഴേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര എനർജി ഉണ്ടാവുക? ഈ കാണുന്ന എനർജി അല്ലേ റിലീസ് ചെയ്യുക, എനർജി ഗ്യാപ്പ്. അപ്പോൾ ആ എനർജി ഗ്യാപ്പ് എന്തിന് ഈക്വലാണ്? നമ്മൾ ലൈറ്റിൻ്റെ എനർജിക്ക് ഈക്വൽ. ലൈറ്റിൻ്റെ എനർജി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? Hν അല്ലെങ്കിൽ HC ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 1.9 ഈ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ HCൻ്റെ വാല്യൂ വരെ 1240 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്റർ ഡിവൈഡഡ് ബൈ ലാംഡ. HC ബൈ ലാംഡ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു 1240 ബൈ 1.9 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടാവേ, ക്യാൻസൽ ചെയ്ത് നാനോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 654 അപ്രോക്സിമേറ്റ്ലി 654 നാനോമീറ്ററാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുക. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക, എന്തിൻ്റെ വാല്യൂ? വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് 1.9 ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു ഡയോഡിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ പിന്നെ വേവ് ലെങ്ത് എത്ര എന്നുള്ള. അപ്പോൾ എന്താ, ലൈറ്റിൻ്റെ എനർജിയും ബാൻഡ് ഗ്യാപ്പും ഈക്വൽ ആയിരിക്കും. Hν ഈക്വൽ ടു ബാൻഡ് ഗ്യാപ്പ് EG. അപ്പോൾ HC ബൈ ലാംഡ EG കൊടുക്കുക. ലാംഡ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇനി the given graph represent VI characteristics of a semiconductor device. Which of the following statement is correct? It is VI characteristics for solar cell
ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ, ഈ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണ്? സോളാർ സെല്ലിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ നോക്ക്, ഇറ്റ് ഈസ് എ VI ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ സോളാർ സെല്ല് വേർ പോയിന്റ് എ റെപ്രസെന്റ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, പോയിന്റ് ബി റെപ്രസെന്റ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ശരിയാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് കറണ്ടുമാണ്. ഓക്കെ, 2014 ചോദിച്ച ക്വസ്റ്റൻ ആട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ലേ, ആൻസർ ആയില്ലേ, ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി വേണമെങ്കിൽ വായിച്ചു നോക്കിയോ. ഇറ്റ് ഈസ് ഫോർ സോളാർ സെല്ല് ആൻഡ് പോയിന്റ് എ ആൻഡ് ബി റെപ്രസെന്റ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, കറണ്ട് റെപ്രസെന്റ് അല്ല. ഇത് ബി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ഫോട്ടോ ഡയോഡ് അല്ല, അതേപോലെ തന്നെ LED അല്ല. അത് എന്താണ് ശരിക്ക്? ഇറ്റ് ഈസ് ഫോർ സോളാർ സെല്ല് ആൻഡ് എ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ബി ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നോക്കുക, ഇനി ഈ ചാപ്റ്ററിനകത്തിൽ അടുത്തൊരു ഏരിയയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ബോർഡ് എക്സാമിന് ഒരു പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എൻട്രൻസിന് NEET സിലബസിനകത്തുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും എന്താണെന്ന് നോക്കാം. ആദ്യം അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞപ്പോൾ ഇത് അനലോഗ് സിഗ്നലാണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന ഒരു സിഗ്നലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അനലോഗ് സിഗ്നൽ എന്ന് പറയും. ഇനി അതേസമയം പിന്നെ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഡിജിറ്റൽ സിഗ്നലാണ്. ഞാൻ അടുത്ത് വരയ്ക്ക് നോക്ക്, ശ്രദ്ധിക്കുക, ഇത് ഡിജിറ്റൽ സിഗ്നലാണ്. ഇത് ഡിജിറ്റൽ സിഗ്നലാണ്. എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടല്ലേ വേരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാ ഇവിടെ 5 വോൾട്ട്, ഓക്കെ, ഇത് 0 വോൾട്ട്. ഇതാ കുറച്ച് സമയത്തേക്ക് അപ് ടു ഹിയർ, ഇത്രയും സമയത്തേക്ക് ഈ ടൈമിനകത്ത് വോൾട്ടേജ് 5 വോൾട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 0 വോൾട്ടാണ്, പിന്നെ വീണ്ടും 5 വോൾട്ട്, അങ്ങനെ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 5, ഇങ്ങനെ ഡിസ്ക്രീറ്റ് മാനറിലാണ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നത്. ഒന്നെങ്കിൽ പിന്നെ 5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട്, ഈ രീതിയിലാണ് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്ക്രീറ്റ് മാനറിലാണ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ഡിജിറ്റൽ സിഗ്നലിനെയാണ്. ഈ ഡിജിറ്റൽ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ബൈനറി നമ്പേഴ്സ് ഉപയോഗിക്കാം. എന്ത് ഈ ബൈനറി നമ്പേഴ്സ് ആണ്? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. 0യും 1 ഉപയോഗിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിജിറ്റൽ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, 5 വോൾട്ട് ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യാം? 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 0 വോൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0 എന്നുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കുക, ലോജിക് ഗേറ്റ്സുകൾ. എന്താണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ലോജിക് ഗേറ്റ് ഇസ് എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് ഫോളോസ് സർട്ടൻ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അഥവാ ഈ ഡിജിറ്റൽ സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ആക്ച്വലി എന്ത്? ലോജിക് ഗേറ്റ്സുകൾ. ഇത്തരം സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം. നിങ്ങൾ ഇങ്ങനത്തെ പിന്നെ ഫിഗറുകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസുകൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത്. ഇതൊക്കെ ബേസിക്കലി ഓരോ ഗേറ്റുകളാണ്, ഓരോ ലോജിക് സർക്യൂട്ടുകളാണ്. ഓക്കെ, ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇൻപുട്ടായിട്ട് എന്ത് വരും? ഈ പറഞ്ഞ ഡിജിറ്റൽ സിഗ്നലുകളും വരും. ആ ഡിജിറ്റൽ സിഗ്നലിനെ ഒരു പ്രത്യേക പ്രോസസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഗേറ്റുകൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യും. ഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി ഓരോ സർക്യൂട്ടുകളാണ്, അത് സർക്യൂട്ടുകളാണ്, ഡിജിറ്റൽ സർക്യൂട്ടുകളാണ്. അത് ഇങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നത്. ഫിസിക്കലി നമ്മൾ പിന്നെ ഡിജിറ്റൽ ഡിവൈസുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഓരോ പിന്നെ ക്രിസ്റ്റൽ ചിപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഗേറ്റ് നോട്ട് ഗേറ്റ് ആണ്. ശ്രദ്ധിക്കുക, നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുക, ഈ ഓരോ ഗേറ്റിനും ഓരോ സിമ്പിൾ ഉണ്ട് കേട്ടോ. നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ നോട്ട് ഗേറ്റ് ഇതാ, ഈ നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ട് ഉണ്ടാവും, അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഞാൻ ഇൻപുട്ട് A കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? Y എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ നോട്ട് ഗേറ്റ് ചെയ്യാൻ അറിയാം? അപ്പോൾ നോട്ട് ഗേറ്റിന് എത്ര ഇൻപുട്ട് ഉള്ളത്? സിംഗിൾ ഇൻപുട്ടാണ്, അതേപോലെ സിംഗിൾ ഔട്ട്പുട്ട്. ഒരൊറ്റ ഇൻപുട്ടാണുള്ളത്, അതേപോലെ ഒരൊറ്റ ഔട്ട്പുട്ടാണുള്ളത്. ഈ ഇൻപുട്ടിൽ നമ്മൾ സിഗ്നൽ, ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽ ഫോർ എക്സാമ്പിൾ 0 ആണ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എത്ര തരുമെന്ന് അറിയാം? 1 ആയിരിക്കും. ഇനി അതല്ല, ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽ 1 ആണ്, ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എത്ര സിഗ്നൽ കാണിക്കുക? 0 ആയി. അപ്പോൾ ഈ 0നെ 1 ആക്കുക അല്ലെങ്കിൽ 1നെ 0 ആക്കുക, ആ ഒരു പ്രോസസ്സാണ് ആര് ചെയ്യുന്നത്? ഈ പറഞ്ഞ നോട്ട് ഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് ഗേറ്റിന് വേറൊരു പേരുണ്ട്, ദാറ്റ് ഈസ് ഇൻവേർട്ടർ എന്ന് പറയും. ഓക്കെ, 0 1 1 എന്താക്കി മാറ്റുന്നത്? 0 ആക്കി മാറ്റുന്നത്, ഇൻവേർട്ടർ. അപ്പോൾ നോട്ട് ഗേറ്റ് ചെയ്യൽ എന്താ വെച്ചാൽ 0 എന്ന് പറയുന്നത് ലോ ഇൻപുട്ടിനെ എന്താക്കുന്നത്? ഹൈ ആക്കി മാറ്റുന്ന, ഔട്ട്പുട്ടിൽ ഹൈ ആയിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഈ ലോജിക്കൽ ഓപ്പറേഷൻ, ഇതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയും. ഈ ലോജിക്കൽ ഓപ്പറേഷൻ നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എന്താ ട്രൂത്ത് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ട്രൂത്ത് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കാണിക്കുന്നു? ഔട്ട്പുട്ടും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ A ആണ് ഇവിടുത്തെ ഇൻപുട്ട്, പിന്നെ Y ആണ് ഇവിടുത്തെ എന്ത്? ഔട്ട്പുട്ട്.
ഇൻപുട്ട് എയിൽ ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ എന്ത് വരാം, 1 വരാം. ഇൻപുട്ട് 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്താ വരിക, 1 ആയിരിക്കും. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്താ വരിക, 0 ആയിരിക്കും. അതാണ് എന്ത്, നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ലോജിക് സർക്യൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ലോജിക് ഗേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളാണ് 0 1 ആണെങ്കിൽ 0 കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ 1, 1 കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ 0. ഇത് ഞങ്ങൾക്കൊരു സിഗ്നൽ വെച്ചിട്ടും കാണിച്ചു തരാം, നോക്കുക. അതിപ്പോൾ ഇത് ഒരു സിഗ്നലാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ളൊരു പിന്നെ സിഗ്നൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ഇൻപുട്ട് സിഗ്നൽ, ഇതാണ് എ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നൽ എന്ന് വിചാരിക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്നല്ല നോക്കാം നമുക്ക്. നോക്കുക, ഇതിനകത്ത് ഇതെല്ലാം എന്താണ്, 5 വോൾട്ട് ആണ്, അല്ലെങ്കിൽ പിന്നെ ഹൈ ആണ്, 1 ആണ്, ഇവിടെ എന്താ വരിക, 0 ആണ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വരയ്ക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതാ അങ്ങനെ കിട്ടും. നോക്കുക, ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്താ വരിക, 0 അല്ലേ, അപ്പോൾ ഔട്ട്പുട്ട് 0 വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഇൻപുട്ട് എന്താണ്, ലോ ആണ്, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് അങ്ങനെ വരണം, ഹൈ ആവണ്ടേ. ഔട്ട്പുട്ട് ഹൈ ആവണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി വീണ്ടും ഇവിടെ ഇൻപുട്ട് ഹൈ ആകുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ലോ ആയി, വീണ്ടും ഇൻപുട്ട് എന്തായി, ഹൈ ആയി മാറി, ഔട്ട്പുട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്പുട്ടാണ് ആൻഡ് ദിസ് ഈസ് ഇൻപുട്ട്. എവിടെയാണോ പിന്നെ ഇൻപുട്ട് ഹൈ ആവണം, അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടുക, ലോ ആയിട്ട് കിട്ടും. അപ്പോൾ അത്തരം പിന്നെ ഡിജിറ്റൽ സർക്യൂട്ടാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ പണി ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ട്രൂത്ത് ടേബിൾ മനസ്സിലാക്കുക. ഇനി ഒറ്റ കാര്യം കൂടെ, ഈ ബൈനറി നമ്പേഴ്സിൻ്റെ ആൾജിബ്ര നമ്മൾ സാധാരണ ബൂളിയൻ ആൾജിബ്ര എന്നാണ് പറയുക. അപ്പോൾ ബൂളിയൻ ആൾജിബ്ര പ്രകാരം ഓക്കെ പ്രകാരം ഈ നോട്ട് ഗേറ്റിന്റെ പിന്നെ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. y ഈക്വൽ ടു y എന്നാണ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ എന്താ ചെയ്യുക, എയിൽ എന്താണോ വരുന്നത് അതിന്റെ നേരെ പിന്നെ ഇൻവേർട്ടഡ് അല്ലേ, എന് ഇൻവേർട്ട് ചെയ്യാന്ന് കാണിക്കാൻ എന്റെ മുകളിൽ എന്ത് ചെയ്യും, ഒരു ബാർ ഇട്ട് കൊടുക്കും. y ഈക്വൽ ടു എ ബാർ അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക ബൂളിയൻ എക്സ്പ്രഷൻ. ഇതൊക്കെയാണ് നോട്ട് ഗേറ്റിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഗേറ്റ് ആണ് ഓർ ഗേറ്റ്. ശ്രദ്ധിക്കുക, ഓർ ഗേറ്റിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പിൾ. ഇത് 2 ഇൻപുട്ട് ഓർ ഗേറ്റിന്റെ സിമ്പിൾ. അപ്പോൾ ഇത് രണ്ടും ഇൻപുട്ടുകളാണ്. ഇവിടെ എന്തുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഞാൻ y എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ഒന്ന് എ ആണ്, വേറെ എന്താണ് ബി ആണ് റെപ്രസെന്റ്. 2 ഇൻപുട്ടിൽ ഓർ ഗേറ്റ് ആണെന്ന് വിചാരിച്ചു. 2 ഇൻപുട്ട് ഓർ ഗേറ്റ്. ഇൻപുട്ട് എത്ര വേണമെങ്കിലും ആവട്ടെ, ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഓർ ഗേറ്റ്. ഈ ഓർ ഗേറ്റിന്റെ സിമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി എന്താ ഓർ ഗേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഇൻപുട്ടിലും ഏതെങ്കിലും ഒരു ഇൻപുട്ടിൽ ഹൈ വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഞാൻ ട്രൂത്ത് ടേബിൾ വരക്കാം. ആദ്യം നോക്കുക, എ ബി ഇത് രണ്ടുമല്ലേ ഇൻപുട്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലേ y എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയതാ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇൻപുട്ടാണ്, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടാണ് ഇത്. ഓക്കെ, ഇനി ഇൻപുട്ടിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, എയും 0 വരാം, ബിയും എന്ത് വരാം, 0 വരാം. ഇനി അതല്ല എയിൽ 0 വരാം, ബിയിൽ 1 വരാം. അതല്ലെങ്കിൽ എയിൽ 1 വരാം, ബിയിൽ 0 വരാം. അതല്ലെങ്കിൽ 1 1 ഈ കോമ്പിനേഷൻസ് വരാൻ പറ്റും. അതായത് 2 ഇൻപുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഒന്നെങ്കിൽ എയും ബിയും 0 0 അല്ലെങ്കിൽ 0 1 1 0 1 1 ഈ കോമ്പിനേഷൻ വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ 0 0 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0 1 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് 1 ആണ്. 1 0 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് 1 ആണ്. 1 1 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താണ്, 1 ആണ്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ പ്രത്യേകത, ഈ പിന്നെ ഓർ ഗേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓർ ഗേറ്റിന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ഓർ ഗേറ്റ് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. അതായത് 2 ഇൻപുട്ട്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണ്, ഹൈ ആണ് വരിക. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ പ്രകാരം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, y ഈക്വൽ ടു എ ഓർ ബി എന്നാണ് വായിക്കുക. ഇത് എ പ്ലസ് സൈൻ ആണ് ഉപയോഗിക്കുക, പക്ഷേ എ ഓർ ബി എന്നാണ് നമ്മൾ വായിക്കുക. ഓക്കെ, ഇനി മനസ്സിലാക്കുക, ഞാൻ സിഗ്നൽ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻപുട്ട് എ എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ ഇവിടെ വരക്കാം. എ എന്ന് പറയുന്ന ഇൻപുട്ട് ഇതാ ഇങ്ങനെ വിചാരിച്ചോ. ഇങ്ങനെ വിചാരിക്കുക, എ എന്ന് പറയുന്ന ഇൻപുട്ട്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ അതേപോലെ വരക്കാം. ബി എന്ന് പറയുന്ന ഇൻപുട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ വിചാരിക്കാം. ഇങ്ങനെ വിചാരിക്കുക. നോക്കുക, ഇനി
നോക്കട്ടോ. ഇത് ബി എന്ന് പറയുന്ന ഇൻപുട്ട്. ശ്രദ്ധിക്കുക, കറസ്പോണ്ടിങ് കഴിഞ്ഞ ഔട്ട്പുട്ട് എങ്ങനെ നോക്കും. വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. വൈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് അറിയാം. ഔട്ട്പുട്ട് എന്താ പ്രത്യേകത? രണ്ട് നോക്കി ഇവിടെ ഇവിടെ ഞാൻ ടൈം ജസ്റ്റ് മാർക്ക് ചെയ്യും. T1 എന്ന് പറയുന്ന ടൈം, T2 എന്ന് പറയുന്ന ടൈം, T3 എന്ന് പറയുന്ന ടൈം, T4, T5 ഇങ്ങനെ ടൈം മാർക്ക് ചെയ്തിട്ട് വിചാരിച്ചു. 0 മുതൽ T1 വരെ ഇൻപുട്ട് എ ലോ ആണ്, ഇൻപുട്ട് ബിയും എന്താണ് ലോ ആണ്, 0 0. അപ്പോൾ 0 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താ വരിക? 0 അല്ലേ. അപ്പോൾ T1 വരെ ഔട്ട്പുട്ട് 0. ഇനി T1 മുതൽ T2 വരെ ഇൻപുട്ട് എ പക്ഷേ എന്താണ് ഹൈ ആണ്, ഇൻപുട്ട് ബി പക്ഷേ എന്താണ് ലോ ആണ്. അപ്പോൾ 1 0 ആണ് വന്നത്. അപ്പോൾ 1 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വേണ്ടത്? 1 അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും? T1 മുതൽ T2 വരെ ഔട്ട്പുട്ട് 1 വന്നു. ഇനി അടുത്ത് നോക്കുക, T2 മുതൽ T3 വരെ 0യും 1ഉം ആണ്. അപ്പോഴും എന്താ വരിക? ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെ എന്തെന്നെ അവസ്ഥ? 0യും 1. അപ്പോൾ T2 മുതൽ T4 വരെ ഔട്ട്പുട്ട് എങ്ങനെ വരിക? 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുക, 1 0 1 0 വരുമ്പോഴും ഔട്ട്പുട്ട് എന്താ വരിക? 1. ദെൻ പിന്നെ 0 0. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എവിടെയാണോ 0 0 വരുന്നത് അവിടെ മാത്രമേ എന്ത് വരുള്ളൂ? ഔട്ട്പുട്ട് 0 വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. ഓക്കെ. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി എന്ന് പറയുന്ന രണ്ട് സിഗ്നൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നോക്കുക, മൂന്നാമത്തെ ഗേറ്റ് ആണ് ആൻഡ് ഗേറ്റ്. ഓക്കെ. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഞാൻ വരച്ചുതരാം. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. രണ്ട് ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ഇങ്ങനെ വരും. ഇത് എ എന്ന് പറയുന്ന ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ബി എന്ന് പറയുന്ന ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് ഔട്ട്പുട്ട് വൈ ആൻഡ് ബൂളിയൻ എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു എ ഡോട്ട് ബി എന്നാണ്. ഓക്കെ. എ ആൻഡ് ബി എന്നാണ് വായിക്കുക, ഡോട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആദ്യം വരക്കാം. ട്രൂത്ത് ടേബിൾ നോക്കുക, ഇൻപുട്ട് ഔട്ട്പുട്ട് എ ആണ്, ബി ഒരു ഇൻപുട്ടാണ്, ഔട്ട്പുട്ടാണ് ഇത് വൈ എന്ന് പറയുന്നത്. 0 0 0 1 1 0 1 1 ഇതല്ലേ പോസിബിൾ ഇൻപുട്ടുകൾ. ഇപ്പോൾ 0 0 വരികയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് 0. 0 1 വന്നാലും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 0. 1 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 0. 1 1 വരികയാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് എന്താകുന്നത്? 1 ആവുന്നത്. ഓക്കെ. 1 1 വരികയാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1 ആവുക. എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ടും ഹൈ വരുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്താവുള്ളൂ? ഹൈ ആവുള്ളൂ. അതാണ് എന്ത്? ആൻഡ് ഗേറ്റിൻ്റെ പ്രത്യേകത. ഇനി സിഗ്നൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. സിഗ്നൽ വെച്ചിട്ട് ഞാൻ എ എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഞാനിത് ഇങ്ങനെ എടുക്കാം. എ എന്ന് പറയുന്ന ഇൻപുട്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചു വിചാരിക്കാം. ഇനി ബി എന്ന് പറയുന്ന വേറൊരു ഇൻപുട്ട് വരയ്ക്കാം. ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 0 0 0 ഇങ്ങനെ ഇൻപുട്ട് വരച്ചിട്ടുണ്ട്. നോക്കുക, ഇങ്ങനെയുള്ളത്. ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് വെച്ചാണ് ഒരേ ലെവലുകൾ. ഓക്കെ. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക നോക്കുക. ഇവിടെ 0 ആണ്, എയും ബിയും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരിക? 0. ഇനി എ 1 ബി 0 ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് അപ്പോഴും എന്തിനാണ് വരിക? 0. കാരണം ഓക്കെ, എ 1 0 വരുമ്പോൾ ഔട്ട്പുട്ട് 0. അപ്പോൾ ഇതുവരെ എന്തായി? 0 കിട്ടി. ഇനി അതിനുശേഷം ഇവിടെ നോക്കിയ 0 ആൻഡ് 1 അപ്പോഴും ഔട്ട്പുട്ട് എന്താ വരിക? 0. ഇനി അതിനുശേഷം 1 1 വന്ന് 1 1 വരുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് എന്താകാൻ പറ്റുള്ളൂ? 1 വരാൻ പറ്റുള്ളൂ. വീണ്ടും എന്തായി? ഔട്ട്പുട്ട് 0. അപ്പോൾ ഇതാണ് ഉണ്ടാവുക. ഓക്കെ. ഇങ്ങനെ, അതായത് എവിടെയാണോ 1 1 വരുന്നത് ആ കേസിൽ മാത്രമേ ഔട്ട്പുട്ട് എന്തായിട്ട് വരുള്ളൂ? 1 ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി വേറെ രണ്ട് ഗേറ്റുകളും കൂടെ ഉണ്ട്. ഒന്ന് നോർ ഗേറ്റ് ആണ്, വേറെ ഒന്ന് നാൻ ഗേറ്റ്. അത് രണ്ടിനെയും കോമൺലി വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയും. നാൻ ഗേറ്റിന് നോർ ഗേറ്റിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ്. എന്താണ് ഒരു പ്രത്യേകത? നോർ ഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്, ഒരു ഓർ ഫോളോഡ് ബൈ നോട്ടാണ്. എന്ന് പറഞ്ഞാൽ യു ഹാവ് എൻ ഓർ ഗേറ്റ് ഹിയർ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അതാണ് എന്ത്? നോർ ഗേറ്റ്. ഇനി ഇതിനെ ഒറ്റക്കൊരു ഇത് ഞാനിങ്ങനെ വരച്ചാണ് ഓർ ഗേറ്റ്, അതിനുശേഷം ഒരു നോട്ട് ഗേറ്റ്. ഓക്കെ. ഇനി നമുക്കൊരൊറ്റ സിംഗിൾ സിമ്പിൾ ഉണ്ട്. ആ സിംഗിൾ സിമ്പിൾ ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ ഓർ ഗേറ്റ് ഇങ്ങനെയല്ലേ, ആ ഓർ ഗേറ്റ് നോട്ട് ചെയ്ത് കാണിക്കാൻ എന്ത് ചെയ്യുന്നത്? റൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു 2 ഇൻപുട്ട് നോർ ഗേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഓറിൻ്റെ ഔട്ട്പുട്ടിനെ നേരെ എന്ത് ചെയ്താൽ മതി? ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നോറിൻ്റെ ഔട്ട്പുട്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിൾ കാണുകയാണെങ്കിൽ എയും ബിയും ഇൻപുട്ടാണ്, ഈ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടാണ് എന്ത്? വൈ. ഞാൻ അതിനടുക്ക് ഈ വൈ എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ? വൈ ഈക്വൽ ടു ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞാൽ എ പ്ലസ് ബി അല്ലേ ഓറ്, അതിനെ നോട്ട് ചെയ്യണ്ടേ? അതുകൊണ്ട് മുകളിൽ എന്ത് ചെയ്തു? ഒരു കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ പ്ലസ് ബി, എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ്.
ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് എ ഓർ ബി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നോക്കുക, ഇത് രണ്ട് ഇൻപുട്ടുകളാണ് 0 0 0 1 1 0 1 1 ഇത്രയും ഇൻപുട്ട് കോമ്പിനേഷൻസ്. 0 0 വരികയാണെങ്കിൽ എ പ്ലസ് ബിൻ്റെ വാല്യൂ 0 ആണ്, എ ഓർ ബിൻ്റെ വാല്യൂ ഇതാ 0 1 വരികയാണെങ്കിൽ 1 ആണ്, 1 0 വരികയാണെങ്കിൽ 1 ആണ്, 1 1 വരികയാണെങ്കിലും 1 ആണ്. നമ്മൾ നേരത്തെ കണ്ടു ഓർ ഗേറ്റ്, ഇത് ഓറാണ്. ഇനി അതിനെ നോട്ട് ചെയ്തതാണ് ഇത് y = a പ്ലസ് ബി ഓർ ബാർ. അപ്പോൾ എ പ്ലസ് ബിനെ നോട്ട് ചെയ്താൽ പോരെ. ഇപ്പോൾ നോക്കിയതാ ഈ 0 നോട്ട് ചെയ്താൽ എന്ത് വരും, 1 ആണ്, 1നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 0 0. അതായത് ഓറിൻ്റെ ഔട്ട്പുട്ടിനെ ഇൻവേർട്ട് ചെയ്തതാണ് ആക്ച്വലി എന്ത്, പിന്നെ നോർ ഗേറ്റ്. ഓക്കെ, ആൻഡ് സിമിലർലി ഒരു ഗേറ്റും കൂടെ ഉണ്ട് വിച്ച് ഈസ് നാൻ ഗേറ്റ്. ഓക്കെ, നോക്കുക, നാൻ ഗേറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ നോർ ഗേറ്റിന് നമ്മൾ എന്ത് വിളിക്കും, യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബാക്കി എല്ലാ ഗേറ്റുകളും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ബേസിക് ഗേറ്റുകളായിട്ടുള്ള നോട്ട് ഗേറ്റും ആൻ ഗേറ്റും അതേപോലെ ഓർ ഗേറ്റൊക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കാൻ കാരണം, പിന്നെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നോട്ട്, ഞാൻ കുറച്ച് ഫിഗറുകൾ വരയ്ക്കാം. നോട്ട് യൂസിങ് നോർ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നോട്ട് ഗേറ്റ് എന്താ വേണ്ടത്, നോട്ട് ഗേറ്റിന് ശരിക്കും ഒറ്റ ഇൻപുട്ട് അല്ലേ വേണ്ടത്. നമുക്ക് നോട്ട് ഗേറ്റിന് ശരിക്കും ഒറ്റ ഇൻപുട്ട് അല്ലേ വേണ്ടത്. നമുക്ക് ഇങ്ങനെ വരക്കാം, നോട്ട് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ആണ് നമുക്ക് വേണ്ടത്. എന്ത് ഉപയോഗിച്ചിട്ട്, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നോർ ഗേറ്റ്. ഈ നോർ ഗേറ്റിന് രണ്ട് ഇൻപുട്ടുകൾ അങ്ങോട്ട് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യാന്നറിയോ, ദിസ് വിൽ ബി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. രണ്ട് ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, നോട്ട് ഗേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എ കൊടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. 0 0 വരികയാണെന്നുണ്ടെങ്കിൽ 0 0 വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 അല്ലേ. അപ്പോൾ എന്താ വരിക, ഔട്ട്പുട്ട് 1. ഇനി സപ്പോസ് ഞാനിവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ എ എന്തായി മാറി, 1 ആയി. അങ്ങനെയാണെങ്കിൽ 1 1 വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ, ഔട്ട്പുട്ട് 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും, 0. എന്ന് പറഞ്ഞാൽ ഈ എ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, എ 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ഫംഗ്ഷനാണ്, നോട്ടിൻ്റെ അതേ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നോർ ഗേറ്റിന് രണ്ട് ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോട്ട് ഗേറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലാക്കി. ഓക്കെ, ഇനി നോക്കുക നാൻ ഗേറ്റ്. നാൻ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ എന്താണെന്ന് അറിയോ, ആൻ ഗേറ്റിൻ്റെ അവസാനം എന്ത് ചെയ്തതാണ്, നോട്ട് ചെയ്തതാണ് നാൻ ഗേറ്റ്. അപ്പോൾ ആൻ ഗേറ്റ് ഇങ്ങനല്ലേ, ഈ ആൻ ഗേറ്റിൻ്റെ അവസാനത്തിൽ എന്ത് ഇട്ട് കൊടുക്കുക, ഒരു നോട്ട് ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് എന്ത് വിളിക്കുക, നാൻഡ് ഗേറ്റ് എന്ന് പറയും. ഓക്കെ, ഇതിനെ സിംഗിൾ സിമ്പിൾ ഒറ്റ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. ഇത് ആൻഡ് നോട്ട് ചെയ്ത് കാണിക്കാൻ എന്ത് ചെയ്യുന്നു, റൗണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ എയും ബിയും, ഇത് വൈ. ഈ വൈ ഇങ്ങനെ റെപ്രസെൻറ്റ്, വൈ ഈക്വൽ ടു എ ആൻഡ് ബി ഹോൾ ബാർ. ഓക്കെ, ഇനി ട്രൂത്ത് ടേബിൾ നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, എ ആൻഡ് ബി ഞാൻ വെറുതെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് വേണ്ടത് വൈ അല്ലേ. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആൻഡ് ബിൻ്റെ കോംപ്ലിമെൻറ്റ്, അഥവാ എ ആൻഡ് ബി ഹോൾ ബാർ. ഇപ്പോൾ എ ആൻഡ് ബി എന്താണോ കിട്ടുന്നത് അതിന് നേരെ ഇൻവേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ എ ബിയും 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. ഇതൊക്കെയാണ് കോമ്പിനേഷൻസ് വരാം രണ്ട് ഇൻപുട്ട് ആകുമ്പോൾ. 0 0 വരികയാണെങ്കിൽ എ ആൻഡ് ബി 0 ആണ്, 0 1 വരികയാണെങ്കിലും 0 ആണ്, 1 0 വരികയാണെങ്കിലും 0 ആണ്, 1 1 വരികയാണെങ്കിൽ 1 ആണ്. ഇനി ഇതിനെ നേരെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എ 0 ഇൻവേർട്ട് ചെയ്താൽ 1 ആവും, 1 0 ഇൻവേർട്ട് ചെയ്താൽ 1 ആയി, 1 ആയി, 0 ആയി. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ട്രൂത്ത് ടേബിൾ ശരിക്ക്, ആരുടെ, ഈ പറഞ്ഞ ഇത്രയും ഭാഗം. ഇത് രണ്ടും ഇൻപുട്ടുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, നോക്ക് 0 0 വരുമ്പോൾ 1, 0 1 വരുമ്പോൾ 1, 1 0 വരുമ്പോൾ 1, 1 1 വരുമ്പോൾ മാത്രം 0. അപ്പോൾ ഇതാണ് നാൻഡ് ഗേറ്റ്. ശ്രദ്ധിക്കുക, നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എത്ര ആവശ്യമുള്ളൂ ശരിക്കും, ഇൻപുട്ടുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് ഉണ്ട്. ഞാനിത് ജസ്റ്റ് അതിനിടയ്ക്ക് എ ഡോട്ട് ബി വെറുതെ കണ്ടുവെച്ചു മാത്രം, കാരണം എ ഡോട്ട് ബി കണ്ടാൽ നേരെ അതിന് ഇൻവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്, അത്ര ഉണ്ട്. അപ്പോൾ ഇനി ഈ നാൻ ഗേറ്റും ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. നാൻ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, നോട്ട് ഉണ്ടാക്കാൻ പറ്റും. അതും സിമ്പിളാണ്. നോട്ട് മാത്രമല്ല എല്ലാ ഗേറ്റും ആൻഡും ഓറൊക്കെ ഉണ്ടാക്കാം. തൽക്കാലം നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്ന മാത്രം എങ്ങനെ നോക്കാം. നാൻഡ് ഉപയോഗിച്ചിട്ട് നോട്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ നാൻഡിൻ്റെ രണ്ട് ഇൻപുട്ടുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ചെയ്താൽ മതി. ഇതല്ലേ നാൻ ഗേറ്റ്, ഇതിൻ്റെ രണ്ട് ഇൻപുട്ടും കൂടി ഷോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എ ആണ്, ഇവിടെ എന്താണ്, വൈ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. 0 0 വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാക്കാം, 0 0 ആണ് രണ്ട് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താ, 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, y = 1. ഇനി അതേസമയം ഞാനിവിടെ 1 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നാൽ ഈ എ 1 ആക്കി, എ 1 ആക്കി കഴിഞ്ഞാൽ 1 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 0 കിട്ടും. നോക്ക്, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ഇതാണ് നാൻ ഗേറ്റ്.
നോക്കുക. ഇനി ഈ ലോജിക് സർക്യൂട്ടും അതേപോലെ ഡിജിറ്റൽ പിന്നെ ലോജിക് ഗേറ്റ്സുകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ ഗിവൺ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഈസ് ഈക്വാലന്റ് ടു 2017 ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് എന്തിന് ഈക്വാലന്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇത് ഫസ്റ്റ് ഏത് ഗേറ്റാ? ഒരു നോർ ഗേറ്റ് ആണ് അല്ലേ? ആ നോർ ഗേറ്റിന് ശേഷം പിന്നെ ഏത് ഗേറ്റാ? നോറിനെ. പക്ഷെ നോറിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് മൊത്തത്തിൽ എന്താ ശരിക്കും ഇതൊട്ട് സിംഗിൾ നോട്ട് ഗേറ്റ് അല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നോർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയൊരു നോട്ടാണിത്. അപ്പോൾ എന്തൊക്കെയുള്ളത് ഇവിടെ? നോറുണ്ട്, നോറ് കഴിഞ്ഞിട്ട് നോട്ടുണ്ട്, പിന്നെ ഒരു ഓറുണ്ട്, പിന്നെ ഒരു നോട്ടും ഉണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നോറിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോക്ക്, ഓറിനെ നോട്ട് ചെയ്തിട്ടല്ലേ നമുക്ക് എന്തുണ്ടാക്കണത്? നോട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ നോറ് കിട്ടണത്. ആ നോറിനെ വീണ്ടും നമ്മൾ നോട്ട് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ കിട്ടും? ഓർ തന്നെ കിട്ടും. അപ്പോൾ ഇതുവരെ എത്തുമ്പോഴേക്ക് എന്തായിട്ട് മാറിയിട്ടുണ്ടെന്ന് അറിയോ? ഇത് നോറായിരുന്നു, നോട്ട് ചെയ്തു, അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായി മാറി? ഓറായി. ആ ഓറിന് വീണ്ടും ഇയാൾ എന്ത് ചെയ്യണത്? നോട്ട് ചെയ്യല്ലേ. അപ്പോൾ ഇതിനെ വീണ്ടും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടും? നോക്ക്, വീണ്ടും നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോർ തന്നെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതെന്താണ് സംഭവം? ഈ മൊത്തം സർക്യൂട്ട് നോക്കിയാൽ അത് എന്തിന് ഈക്വലൻ്റ് ആണ്? നോർ ഗേറ്റിന് ഈക്വലൻ്റ് ആണ്. ഓപ്ഷൻ ഏതാ വരിക? ബി ആണ്. ഓക്കെ, നോക്കുക നോർ ഗേറ്റ്. നോക്കുക അടുത്തത്, ഇവിടുന്ന് വരാൻ പറ്റുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവും. ദ ഫിഗർ ഷോസ് എ ലോജിക് സർക്യൂട്ട് വിത്ത് 2 ഇൻപുട്ട് എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ദിസ് ഔട്ട്പുട്ട് സി. ഓക്കെ, 2 ഇൻപുട്ട് എയും ബിയും, ഔട്ട്പുട്ടാണ് സി. ദ വോൾട്ടേജ് വേവ് ഫോം അക്രോസ് എ ബി ആൻഡ് സി ആർ ഗിവൺ. ദ ലോജിക് സർക്യൂട്ട്, അതായത് വോൾട്ടേജ് വേവ് ഫോം തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കുന്നത്? ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സർക്യൂട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ ഏത് ഗേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഇവിടെ ഇത് ചെയ്യേണ്ടത് വെച്ചാൽ എയും ബിയും ഇൻപുട്ടാണ്, സി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രൂത്ത് ടേബിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇങ്ങനെ എ ഇവിടെ എഴുതാം, ബി ഇവിടെ എഴുതാം, കറസ്പോണ്ടിങ് ആയിട്ട് സി നമുക്ക് നോക്കാം. നമുക്ക് എ 0 ആണ്, ബിയും 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിയും എന്താണ്? 0 ആണ് കൊടുത്തത്. അപ്പോൾ 0 0 ആകുമ്പോൾ 0. ഇനി ഇവിടെ എന്താ അവസ്ഥ? എ 1 ആണ്, ബി പക്ഷേ 0 ആണ്. ആ സമയത്ത് എന്താണിത്? 1 ആണ് ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ 1, 0 വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തത് 1 വന്നപ്പോഴും ഔട്ട്പുട്ട് എന്താ? 1 ആണ്. 1 വന്നപ്പോഴും ഔട്ട്പുട്ട് 1 ആയി, സി 1 ആണ്. ഇനി 0 ആണ് ഇവിടെ, എ 0 ആണ്, ബി 1 ആണ്, അപ്പോഴും ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. അപ്പോൾ 0, ഞാൻ ബാക്കിയുടെ എഴുതാം, 0 1, അപ്പോഴും ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 വരുമ്പോൾ എപ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആയത്? 0 0 വരുമ്പോൾ മാത്രമല്ല ഔട്ട്പുട്ട് 0 ആയിട്ടുള്ളൂ. ഇത് ഈ ട്രൂത്ത് ടേബിൾ ശരിക്കും ഏത് ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർ ഗേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ ഗേറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ട്രൂത്ത് ടേബിളും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇത് എന്തിൻ്റെ ഈ വേവ് ഫോം, ഈ 2 ഇൻപുട്ട് വേവ് ഫോമും കറസ്പോണ്ടിങ് ഔട്ട് വേവ് ഫോമും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്? ഓർ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് വേവ് ഫോം എടുക്കുക, 2 ഇൻപുട്ട് വേവ് ഫോം നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വേവ് ഫോം നോക്കുക. നമ്മൾ ട്രൂത്ത് ടേബിൾ ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് ഗേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 0 ഇപ്പോൾ ഇങ്ങനെ കിട്ടി, 0 0 0 1 0 1 ആണ്, 1 1 1 ആണ്, 0 1 വരുമ്പോൾ 1 ആണ്. അതിനർത്ഥം എന്ത് ഗേറ്റ് ആണ്? ഓർ ഗേറ്റ് ആണ്. ഇനി വേറെ ക്വസ്റ്റ്യന്, ടു ഗെറ്റ് ഔട്ട്പുട്ട് 1 ഫോർ ദ ഫോളോവിങ് സർക്യൂട്ട് ദ കറക്റ്റ് ചോയ്സ് ഫോർ ദ ഇൻപുട്ട് ഈസ്. നമുക്ക് എന്ത് കിട്ടണം? വൈയിൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടണം? 1 വരണം. ഇവിടെ 1 കിട്ടണം. ഇവിടെ 1 കിട്ടാൻ എന്താണ് ഇൻപുട്ട് ചൂസ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്താൽ മതി, കാരണം ചെറിയൊരു സർക്യൂട്ടാണ്. നോക്കാം. A1, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ A1 B1 C0. ഇവിടെ 1 1 0 കൊടുത്താൽ നോക്ക്, ഇവിടെ 1 1 കൊടുത്താൽ ഇത് ഏത് ഗേറ്റാ? ശരിക്ക് ഓർ ഗേറ്റ് അല്ലേ? ഇത് ഏത് ഗേറ്റാ? ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ 1 1 കൊടുത്താൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ 1 ഇവിടെ എത്തി, പിന്നെ ഇവിടെ എന്തുണ്ട്? 0 അല്ലേ? ഈ 1 0 കൊടുത്താൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ വരിക? 0. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 1 അല്ലേ വേണ്ടത്? അപ്പോൾ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയല്ല, അപ്പോൾ അത് മാറ്റി. ഇനി അടുത്ത് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ് A1 B0 C1. A1 B0 C1, A1 B0 C1. നോക്കുക, 1 0 വെച്ചാൽ ഇവിടെ ഔട്ട്പുട്ട് എന്താ വരിക? 1. ഓക്കെ, ഇവിടെ 1 1 1 വെച്ചാൽ ഔട്ട്പുട്ട് എന്ത് വരും? ഇവിടെ 1. കാരണം ഇത് ആൻഡ് അല്ലേ? ആൻഡിൻ്റെ കേസിൽ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താവുള്ളൂ? 1 ആവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്താണ്? ഓപ്ഷൻ ബി കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ ഓപ്ഷൻ സി നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഓപ്ഷൻ സി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കുക, ഓപ്ഷൻ സി നോക്കിയാൽ 0 1 0 0 1 ആണ്, ഇവിടെ 1. പക്ഷെ 1 0 വന്നാൽ ഇവിടെ എന്ത് വരുമോ? 0. അപ്പോൾ എന്താണെങ്കിലും ശരി, സി എന്തായേ പറ്റുള്ളൂ? 1 ആയേ പറ്റൂ. കാരണം ആൻഡിൻ്റെ 2 ഇൻപുട്ടുകളല്ലേ ഇതും ഇതും. ഇതിനകത്ത് 2 ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ ആൻഡിന് എന്ത് തരാൻ പറ്റൂ? ഔട്ട്പുട്ട് 1 തരാൻ പറ്റും. അതുകൊണ്ട് സി ഡെഫിനറ്റ്ലി എന്താവണം?
1 ആവണം. സി ഡെഫിനറ്റ്ലി 1 ആവണം. ഒറ്റ ആൻസർ മാത്രമേ ഓപ്ഷനല്ലേ ഉള്ളൂ. അതേതാ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ ഇസ് ബി. ഇതൊന്നും എന്തല്ല ഔട്ട്പുട്ട് 1 തരില്ല. ഇനി ദ ഔട്ട്പുട്ട് എക്സ് ഓഫ് ദ ലോജിക് സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ വിൽ ബി. ഇയാളുടെ ഔട്ട്പുട്ട് എന്താണെന്ന ക്വസ്റ്റ്യൻ. ഇതെന്ത് ഗേറ്റ് ആണ് നോക്കിയേ? ഇത് നാൻഡ് ഗേറ്റ് അല്ലേ? അല്ലേ? ഇനി ഇതും നാൻഡ് തന്നെ, പക്ഷെ നാൻഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു നോട്ട് ഗേറ്റ് ആണിത്. നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. നാൻഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇത് നോട്ടാണ്. നോക്ക്, നാൻഡിനെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നാൻഡിനെ ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? തിരിച്ച് ആൻഡ് കിട്ടും അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ എന്താണ് ശരിക്കും? ഒരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ആൻഡ് ഗേറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എ ആൻഡ് ബി. ഇത് ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ചെയ്യാനൊന്നുമില്ല. നാൻഡ് ഗേറ്റ് തന്നിട്ടുണ്ട്, നോട്ട് ഗേറ്റ് ആണ് രണ്ടാമത്തത്. മനസ്സിൽ ഈ ഗേറ്റുകൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഒന്നാമത്തെ നാൻഡ് ഗേറ്റ് ആണ്, രണ്ടാമത്തെ നാൻഡ് ഗേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ നോട്ടാണ്. അപ്പം നാൻഡിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്തിനായിട്ട് മാറും? ആൻഡിനായിട്ട് മാറും. കാരണം ആൻഡിനെ നോട്ട് ചെയ്തിട്ടല്ലേ നാൻഡ് ഉണ്ടാക്കിയത്. അപ്പം നാൻഡിനെ തിരിച്ചു കൊണ്ട് നോട്ട് ചെയ്താൽ തിരിച്ച് എന്തിനായിട്ട് കൺവേർട്ട് ചെയ്യും? ആൻഡായിട്ട് കൺവേർട്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ സർക്യൂട്ട് എന്തിന് ഈക്വലൻ്റാ? ഒരു ആൻഡ് ഗേറ്റിന് ഈക്വലാണ്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാടൂ? എ ഡോട്ട് ബി. ഓക്കെ, നോക്കുക, ജസ്റ്റ് ബേസിക് ആയിട്ട് ഗേറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ മനസ്സിലാക്കുക, സിമ്പിൾ മനസ്സിലാക്കുക. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറുതായിട്ട് ബൂളിയൻ ആൾജിബ്ര ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുവിധം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വൈ ഇൻ ദ ഫോളോവിങ് സർക്യൂട്ട് വെൻ ഓൾ ദ 3 ഇൻപുട്ട് എ ബി സി ആർ ഫസ്റ്റ് 0 ആൻഡ് ദെൻ 1? എല്ലാവരും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? എല്ലാവരും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? അതായത് വാട്ട് ഈസ് ഔട്ട്പുട്ട് വൈ ഇൻ ദ ഫോളോവിങ് സർക്യൂട്ട് വെൻ ഓൾ 3 ഇൻപുട്ട് എ ബി സി ആർ ഫസ്റ്റ് 0? ആദ്യം എല്ലാവർക്കും 0 കൊടുക്കുക. 0 0 0. എടോ, ഇത് ഏത് ഗേറ്റാ? പി എന്ന് പറയുന്നത് ആൻഡ് ആണ്. അപ്പോൾ 0 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 0 ആണ്. ഇനി ക്യൂ എന്ന് പറയുന്നത് എന്ത് ഗേറ്റാ? നാൻഡ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 0, ഇവിടെ എന്താണ്? 0. ഈ 0 ആണല്ലേ ഇവിടെ 0. 0 0 വരികയാണെങ്കിൽ നാൻഡ് ഗേറ്റ് എന്താ നമുക്ക് ഔട്ട്പുട്ട് വരിക? 1 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എല്ലാവർക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഏത് വരും? 1 വരും. അപ്പോൾ ഔട്ട്പുട്ട് 1 ഇനീഷ്യലി വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് നോക്കാം. എല്ലാവർക്കും എന്തിട്ട് കൊടുക്കുന്നത്? 1 1 ഇട്ട് കൊടുക്കുക എന്നായിരിക്കും. ഇവിടെ 1 1 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, കാരണം ആൻഡ് ആണ്. ഇനി ഈ 1 1 വരികയാണെങ്കിൽ നാൻഡിൻ്റെ കേസിൽ എന്താ ഔട്ട്പുട്ട് വരിക? 0. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? നാൻഡിൻ്റെ ഞാൻ എന്ത് വരച്ചു തന്നിട്ടുണ്ട്? എന്ത് കാണിച്ചു തന്നിട്ടുണ്ട്? ട്രൂത്ത് ടേബിൾ പറഞ്ഞില്ലേ? നാൻഡിൻ്റെ കേസിൽ 0 0 വരുമ്പോൾ 1 ആണ്, 1 1 വരുമ്പോൾ എന്താണ്? 0 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ആ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാൻഡിൻ്റെ 100ൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0. അപ്പോൾ എല്ലാം 1 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഔട്ട്പുട്ട് 0. സോ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒന്നല്ല 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്ക്, ഫോർ ദ ലോജിക് സർക്യൂട്ട് ഷോൺ ദ ട്രൂത്ത് ടേബിൾ ഈസ്. ഇവിടെ ലോജിക് സർക്യൂട്ട് വന്നിട്ട് ട്രൂത്ത് ടേബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ? നോക്ക്, ഇവിടെ സംഭവം എത്രയേ ഉള്ളൂ. എയും ബിയും ഉണ്ട്. എയും ബിയും ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്? നോട്ടിലേക്കല്ലേ കണക്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഞാൻ ആദ്യം ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 0 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. ഇവിടെ 0 കൊടുത്താൽ ഇവിടെ 1 ആയി, ഇവിടെ എന്തായി? 1 ആയി. 1 1 വരികയാണെങ്കിൽ ഇത് എന്ത് ഗേറ്റ് ആണ്? നോർ ഗേറ്റ് ആണ്. 1 1 വരികയാണെങ്കിൽ നോർ ഗേറ്റിന്റെ പ്രത്യേകത ഔട്ട്പുട്ട് എന്താ വരിക? 0. അപ്പോൾ 0 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്ത് വരണം? 0 വരണം. അങ്ങനത്തെ ട്രൂത്ത് ടേബിൾ ഏതൊക്കെ നോക്കിയാൽ മതി. ഓപ്ഷൻ എ നോക്കിയേ, 0 0 കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ ഔട്ട്പുട്ട് 0 0 0 ഔട്ട്പുട്ട് 0. അപ്പോൾ ഓപ്ഷൻ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ബിയോ ആണ്. സിയും ഡിയും അല്ല. കാരണം നോക്കുക, ഇവിടെ കണ്ട 0 0 വരുമ്പോൾ 1 അല്ലേ കൊടുത്ത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യുക വെച്ചാൽ ഇതേപോലെ എന്ത് ചെയ്യുന്നത്? നമ്മൾ 0 1 കൊടുത്ത് നോക്കുക. ഓക്കെ, ഇവിടെ 0 ഇവിടെ 1. എ 0 ആകുമ്പോൾ ഇവിടെ എന്താ വരിക? 1 ആണ്. ഇവിടെ 1 വരുമ്പോൾ ഇവിടെ എന്താ വരിക? 0 ആണ്. ഇനി 1 0 ഇൻപുട്ട് വരികയാണെങ്കിൽ നോറിൻ്റെ പ്രത്യേകത, 1 0 ഇൻപുട്ട് വരികയാണെങ്കിൽ ഓർ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 അല്ലേ? അപ്പോൾ നോർ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ വരിക? 0. അപ്പോൾ രണ്ടാമത്തെ കേസിലും 0 1 വരുമ്പോഴും ഔട്ട്പുട്ട് എന്താവണം? 0 ആവണം. നമുക്ക് 0 1 വരുമ്പോൾ ഓപ്ഷൻ എയിൽ ഔട്ട്പുട്ട് 0 ആണ്, അതേസമയം ഓപ്ഷൻ ബിയിൽ എന്താണ്? ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യുക? ഒഴിവാക്കാം. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ആൻസർ ഏതാ വരിക? സി. ഇതിങ്ങനെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? ട്രൂത്ത് ടേബിൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? 0 0 കൊടുക്കുക. ഈ ഇൻപുട്ടുകൾക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുക. 0 0 0 1 1 0 1 1. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. അവസാനം നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു LED ഒക്കെ ഉണ്ട്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്.
The correct Boolean operation represented by the circuit diagram drawn is. കറക്റ്റ് ബൂളിയൻ ഓപ്പറേഷൻ ഏതാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്നൊരു സ്വിച്ചാണ്, ഇവിടെ ബി എന്ന് പറയുന്നത് വേറൊരു സ്വിച്ചാണ്. എന്ന് പറഞ്ഞാൽ എയും ബിയാണ് നമ്മുടെ ഇൻപുട്ടുകൾ ഇവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇതാണ് എയും ബിയാണ് നമ്മുടെ എന്ത് ഇൻപുട്ടുകൾ. നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് എന്ത് ഈ കാണുന്ന LED Y എന്ന് പറയുന്നത്. അപ്പോൾ LED ഗ്ലോ ചെയ്യണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് LED ഗ്ലോ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. LED കത്തുന്നില്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. സപ്പോസ് നമ്മൾ രണ്ട് സ്വിച്ചും 0 രണ്ട് സ്വിച്ചും ഓപ്പൺ ആക്കി വെച്ച് വിചാരിച്ചു. അപ്പോൾ എയും ബിയും നമ്മൾ എന്ത് ചെയ്യുന്നത് 0 ഓപ്പൺ ആക്കി വെക്കുകയാണ് 0 എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ LED ഗ്ലോ ചെയ്യാൻ നോക്കിയാൽ മതി. നമുക്ക് LED ഗ്ലോ ചെയ്യും, കാരണം ഇവിടെ അല്ലേ 6 വോൾട്ട്, ഇവിടെ ഗ്രൗണ്ട് അല്ലേ, ഇതിലൂടെ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും LED ഗ്ലോ ചെയ്യും. അപ്പോൾ LED എന്ത് ചെയ്യും കറണ്ട് പാസ് ചെയ്യും, LED കത്തും, അതിനർത്ഥം ഔട്ട്പുട്ട് എന്താ വരെ 1 ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു A0 തന്നെ, പക്ഷെ B എന്ത് ചെയ്തു 1 ആയി, എന്നാൽ ഷോർട്ടാക്കി. A0 B 1 ആക്കി എന്ന് വിചാരിക്കും. A0 B 1 ആക്കി കഴിഞ്ഞാലും ഇവിടെ സർക്യൂട്ട് എന്തല്ലോ കംപ്ലീറ്റ് ആണോ? അല്ലല്ലോ, കാരണം ഇവിടെ എന്താ ഓപ്പൺ ആയി കിടക്കുന്നില്ലേ. ഇപ്പോഴും LED അതോടെ കറണ്ട് പാസ് ചെയ്യും, കാരണം ഇവിടെ 6 വോൾട്ട് ആണ്, ഇവിടെ എന്താണ് ഗ്രൗണ്ട് ആണ്, ഇതിലൂടെ എന്ത് ചെയ്യും കറണ്ട് പാസ് ചെയ്യും. ഇപ്പോഴും LED വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ LED വർക്ക് ചെയ്യുന്നതിനർത്ഥം ഔട്ട്പുട്ട് അഗെയിൻ എന്ത് തന്നെയാണ് 1. ഇനി അടുത്ത് നോക്കുക 1,0 കൊടുക്കാന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്ത് 1 ആക്കി, ഇവിടെ എന്തായി 0 കൊടുത്തു. അങ്ങനെയാണെങ്കിലും ഈ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും, LED ഗ്ലോ ചെയ്യും, ഔട്ട്പുട്ട് വിൽ ബി 1. ഇനി ഫൈനലി നോക്കുക, ഫൈനലി രണ്ടും 1 ആക്കുക. രണ്ടും 1 ആക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് ചെയ്യുക, ഇവിടെയും ഷോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോക്കടോ, ഇവിടെ 6 വോൾട്ട്, ഇവിടെ ഗ്രൗണ്ട്, LED കറണ്ട് പാസ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന അറിയോ, ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാൻ. കാരണം എന്താ, ഈ LEDക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ, അതേസമയം ഈ സർക്യൂട്ടിൽ എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ഈ ബ്രാഞ്ചിൽ റെസിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാം. ഇറ്റ്സ് മീൻസ് LED ഈ സമയത്ത് എന്ത് ചെയ്യൂല, ഗ്ലോ ചെയ്യൂല. അപ്പോൾ രണ്ട് ഇൻപുട്ടുകളും ഷോർട്ട് ചെയ്ത് 1 ആക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും 0. ഇത് ആരുടെ ട്രൂത്ത് ടേബിളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 1, 1 വരുമ്പോഴും ഔട്ട്പുട്ട് 1, 10 വരുമ്പോഴും ഔട്ട്പുട്ട് 1, 11 വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് എന്താണ് 0. ഇത് ആക്ച്വലി എന്തിൻ്റെ ഔട്ട്പുട്ടാണ്? ഇത് നിങ്ങൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാകും, ഇത് നാൻഡിൻ്റെ എന്താണ് ട്രൂത്ത് ടേബിളാണ്. കാരണം നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ നേരത്തെ നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടതാണ് അല്ലേ. നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കണ്ടു. ഇതാ നാൻഡ് ഗേറ്റ് 0 വരുമ്പോൾ 1, 01 വരുമ്പോഴും 1, 10 വരുമ്പോഴും 1, 11 വരുമ്പോൾ മാത്രം 0. അപ്പോൾ ഇത് നാൻഡിൻ്റെ ട്രൂത്ത് ടേബിളാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുള്ള തിയറിയും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. നോക്കുക, ഇത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് എന്നല്ല, കൺസെപ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഡയോഡ് കാര്യങ്ങൾ, PN ജംഗ്ഷനും പിന്നെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുവിധം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കുക, ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിവേ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഇവിടെ തുടങ്ങാൻ പോകുന്ന പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം, ഇത് ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതുവരെയുള്ള ബാക്കി ചാപ്റ്റേഴ്സ് എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പിന്നെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി നോക്കുക, നമ്മൾ ഓഫ്ലൈൻ ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓൺലൈൻ പിന്നെ ഓഫ്ലൈൻ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാം. ഒന്നും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടാവും. അതേപോലെ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ എക്സാം സീരീസ് കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ മാർച്ച് 20 പിന്നെ നീറ്റിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ കീമിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 27 മാർച്ച് 27. അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കാനുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. പിന്നെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം, യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ, അത് പിന്നെ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ 10th കഴിഞ്ഞ കുട്ടികൾക്കുള്ളതാണ്. നിങ്ങളുടെ പിന്നെ സിബ്ലിങ്സിന് പറഞ്ഞു കൊടുക്കാം. പബ്ലിക് സ്കൂളിലേക്ക് വേണ്ട അഡ്മിഷൻ്റെ ഒരു എക്സാം നടക്കുന്നുണ്ട്, ഡയലൻസേഴ്സ് എക്സാമിനേഷൻ. അത് നടക്കുന്നത് April 2 പല സെൻറ്ററുകളായിട്ട് നടക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ഒരു സെൻറ്ററാണ്, വേറെയും കുറേ സെൻറ്ററുകളുണ്ട്. അപ്പോൾ അത് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂണിവേഴ്സൽ സൈറ്റിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സാം എഴുതാൻ നിങ്ങൾ പരമാവധി ആളുകൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങളെ സിബ്ലിങ്സിനോട് നിങ്ങൾ പറയുക, ഈ എക്സാം അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. യൂണിവേഴ്സലിൻ്റെ പിന്നെ പബ്ലിക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ്റെ എക്സാമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.